അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമേഷ് യൂണിയന്റെ വൈസ് പ്രസിഡന്റ്, അതേപോലെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാലക്കാട് ജില്ലയിലെ മാത്രമല്ല ബലഭാഗം തന്നെ SNDP യോഗ പ്രവർത്തന രംഗത്ത് നമുക്ക് അഭിമാനമായ ചടുലമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ യൂണിയൻ പ്രസിഡന്റ് രാമേശ്വരൻ, അതേപോലെ നമ്മുടെ യോഗ പ്രധാനമായിട്ടുള്ള സുരേഷ് ബാബു സാറ്, അതുപോലെ സുമേഷ് കുളം, അതുപോലെ സുരേഷ് കളത്തിൽ, വനിതാ സംഘത്തിന്റെ ആദരണീയായ പ്രസിഡന്റ്, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സെക്രട്ടറി, യൂണിയന്റെ വിവിധ ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റ് തൊട്ട് കൗൺസിൽ അംഗങ്ങൾ, ഡയറക്ടർമാർ പറഞ്ഞില്ലേ, ഇവിടെ വന്നു ചേർന്നുള്ള SNDP യോഗത്തിന്റെ ശാഖയുടെ കരുത്തരായ ഒരാൾ യഥാർത്ഥത്തിൽ ഒരു ശക്തി. പ്രസിഡന്റുമാർ, സെക്രട്ടറിമാര്, വൈസ് പ്രസിഡന്റുമാര്, കൗൺസിൽ അംഗങ്ങൾ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെ ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികൾ, ഭാരതീയ യോഗം ഭാരവാഹികൾ, ഇങ്ങനെയാണോ എല്ലാം ഉണ്ട്. ഇത് ഒരുപാടുണ്ട്, എല്ലാം പറയുന്നതായാലും പോകുന്നില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു വലിയ താഴെ എഴുതിയിരിക്കുന്ന പരിപാടി ഉള്ളത് കുടുംബസംഗമം. നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ അല്ലേ? അപ്പൊ ഇവിടെ ഏറ്റവും അധികം സന്തോഷം തോന്നിയ കാര്യം നിങ്ങൾക്ക് എനിക്കും എന്താണ്, ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്താണ്? ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്താ? തെരഞ്ഞെടുപ്പല്ലേ അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ അല്ലേ കളത്തിൽ പോരാടി ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന് വിശ്വാസം ആർജിച്ച് വൻ വിജയം നേടി നമ്മുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളിൽ അധികാര സ്ഥാനങ്ങളിൽ എത്തുകയും ആ എത്തിയ ഓരോരുത്തരും ഞങ്ങളുടെ ശ്രീനാരായണീയനാണ്, SNDP യോഗ പ്രവർത്തകരാണ്, ഗുരുദേവന്റെ അനുയായികളാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നമുക്ക് ഏറ്റവും അഭിമാനം പകർന്നു നൽകുന്ന എന്താ പറയാ അസുലഭമായ അവസരം സമ്മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ ചെറിയ സ്വീകരണം വലിയ ആദരവോടെ ഏറ്റുവാങ്ങിയ ആ വലിയ മഹാരഥന്മാരായ നാടിന്റെ നായകരുണ്ടല്ലോ, അവർക്ക് സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞ വലിയൊരു സന്തോഷത്തിലല്ലേ നമ്മളുള്ളത്. കണ്ടോ, ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ ഉണ്ട്. പക്ഷെ അവർക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൈയടി കുറച്ച് കുറഞ്ഞു പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട്. തണുപ്പ് മാറി നല്ല വെയിലായില്ലേ, ഒന്നും ഉറക്കെ കഴിച്ച് നന്നായി അവർ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നിലയിലെത്തിയത്. സത്യത്തിൽ അവരെക്കാൾ കൂടുതൽ അംഗീകാരം ആർക്കാ കിട്ടിയത്? നമുക്കാണ്. ഇത്രയും അംഗീകാരം നേടിയത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന സംഘടനയുടെ പേരെന്താ? ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന സംഘടനയുടെ പേരെന്താ? SNDP യോഗം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നമ്മളെല്ലാത്തിനേക്കാളും മുന്നിലെത്തിയതിന്റെ അർത്ഥം മാങ്ങയുള്ള മാവിലെ അതറിയില്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തല്ല ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവിന്റെ പേരെന്താ? പറയൂട്ടി സാക്ഷാത് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പത്മവ്യൂഹം ചമച്ച് ഇല്ലേ ഒതുക്കാൻ ശ്രമിക്കുന്നത്? നടക്കോ? ഏത് പത്മവ്യൂഹവും വെട്ടി തുറന്ന് വിരോചിതമായി പുറത്തിറങ്ങാനുള്ള ശേഷിയും കഴിവുമൊക്കെയുള്ള മഹാരഥനാണ് ആര്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് നമുക്ക് യാതൊരു പേടിയില്ല. എത്ര കാലമായി നമ്മുടെ കൂടെയുള്ളവർ തന്നെ, നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കൂടെയുള്ളവർ തന്നെ പുറത്തു നിന്നല്ലേ അല്ലേ? പുറത്തുനിന്നുള്ളവരല്ലല്ലോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പക്ഷെ അതൊന്നും എന്താ പറയാ തൃണവൽ കഴിച്ചുകൊണ്ട് നമ്മളെ നയിച്ച് മുന്നേറുകയാണ് മഹാരഥനായിട്ടുള്ള നേതാവ്. അപ്പൊ ഇത്തരൊരു വലിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ആവേശത്തോടെ കർമ്മനിരതരായി ഈ നമുക്കെതിരായി ഉയരുന്ന എതിർപ്പുകളെ നമുക്ക് എന്താ പറയാ ഇല്ലാതാക്കുന്ന തരത്തിൽ അല്ലെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ കൈകോർത്ത് പോരാടേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും സന്തോഷം നൽകുന്നത് ഇക്കാലത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് മറ്റു ചില പ്രയാസങ്ങളും കേസും മറ്റെല്ലാം ഉള്ളതുകൊണ്ടൊക്കെ നമ്മുടെ സംഘടനാ രംഗത്തുള്ള പ്രചണ്ഡമായ പരിപാടികളിലൊക്കെ ചെറിയൊരു ഭേദഗതി, ഒരു വിഷമമൊക്കെ വന്നിരുന്നു. പക്ഷെ പാലക്കാട് ഡിസ്ട്രിക്ട് യൂണിയൻ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു അടി ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ എന്നും മുന്നോട്ടാണ്. അത് മറ്റു ഞാൻ പറഞ്ഞ കോഴിക്കോട് ജില്ലയിൽ പോലും ഇത്ര ആവേശത്തോടെ ചടുലമായി സ്ഥിരമായി കൃത്യമായി തൈലമിട്ടിട്ട് തെറ്റാതെ മുന്നോട്ട് പോകുന്ന പ്രധാന യൂണിയന്റെ പേര് പാലക്കാട് വെസ്റ്റ് യൂണിയനാണ്. ആ വെസ്റ്റ് യൂണിയനെ അങ്ങനെ ആക്കി തീർത്ത് രാമകൃഷ്ണൻ സാറ്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ, അതുപോലെ സുരേഷ് ബാബു സാറ്, സുമേഷ്, പിന്നെ ഡയറക്ടറുണ്ടല്ലോ സുരേഷ്, അതുപോലെ ഇതാ കേട്ടോ ഇവരെല്ലാം വനിതാ സംഘത്തിലാണ് നിൽക്കുന്നുണ്ടല്ലേ, ഇത് നിങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ എന്താ പറയുക സന്തോഷപരമായിട്ടുള്ള
ഒത്തുചേരലിന് നമുക്ക് അവസരം തന്നിട്ടുള്ള ഒരു യൂണിയനാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഗുരുവിന്റെ നിയോഗത്താലാണ് ഇന്നും നിങ്ങളെ കാണാൻ അവസരം കിട്ടിയത്. ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ ആ പോസ്റ്ററിൽ കാണുന്ന ഒരാളില്ലേ, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. മനോഹരമായി ഗുരുദേവ ദർശനം ക്ലാസ് എടുക്കുന്ന നല്ലൊരു പ്രഭാഷകയാണ്. ഇത് നമുക്ക് ഇന്നിപ്പോ അവർക്ക് സുഖമില്ലാതൊന്നും വന്നില്ല. സത്യം പറയാൻ നമുക്കത് നഷ്ടമായില്ല. ഞാൻ എത്രയോ തവണ വന്നതാണ്, അറിയാമോ? കണ്ടിട്ടുണ്ടോ? അത് ഈ എക്കണോമിക്സ് നമ്മുടെ കോളേജിൽ എക്കണോമിക്സ് ഉണ്ട് അല്ലേ? ആ, എക്കണോമിക്സിൽ ഒരു തിയറി സിദ്ധാന്തം എന്താണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്താ പഠിക്കണം? എന്താ അറിയോ? ഇപ്പൊ ഉദാഹരണത്തിന് നല്ല വെയിലത്ത് ഞാനിങ്ങോട്ട് വരുമ്പോ നിങ്ങൾ എനിക്കൊരു നാരങ്ങ വെള്ളം തന്നു, ഞാനത് ആസ്വദിച്ച് കുടിക്കും ഇല്ലേ? വീണ്ടും അതേ നാരങ്ങ വെള്ളം ഒന്നുകൂടെ തന്നു, അത് വലിയ കുഴപ്പമില്ലാതെ കുടിക്കും. 3, 4, 5 തന്നാലോ അതേ നാരങ്ങ വെള്ളം. പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. അങ്ങനെ ഒരു കുഴപ്പം ആർക്കുണ്ട്? ഈ സ്ഥിരമായി നമ്മൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആരായാലും എത്ര ഭംഗിയാക്കി പറഞ്ഞാലും എനിക്കും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. അതിനാണ് നമ്മൾ മാറി മാറിയാണ് വിളിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ഇങ്ങനെ ഗുരുവിന്റെ ഒരു നിയോഗം അങ്ങനെയായി പോയി. അതുകൊണ്ട് നിങ്ങൾ അത് ക്ഷമിക്കുക, അല്ല മാർഗമൊന്നും. ശരിയല്ലേ? അത് തന്നെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കാര്യം പറയുന്ന ആരായാലും നമുക്കതൊരു വിഷയമല്ല. അത് ഞാൻ ഉദാഹരണമായി പറയാം. നിങ്ങളുടെ വീട്ടിലൊക്കെ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളുണ്ടാവും, ഉണ്ടാവില്ലേ? അറിയാലോ. ആ കുട്ടികളെ എത്ര ലാളിച്ചാലും നമുക്ക് മതിയാകുമോ? മടുക്കുമോ? നമുക്ക് കൂടുതൽ ആ കുട്ടിയെ ലാളിക്കാൻ, കൊഞ്ചിക്കാൻ, എടുക്കാൻ, അല്ലെ? ഒന്നും കൂടി ആഗ്രഹം വർദ്ധിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, നമ്മളെ ഇതിൽ എത്തിച്ച സംഘടനയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ആര് പറയുന്നു എന്നുള്ളതല്ല, എത്ര കേട്ടാലും നമുക്ക് പോരാ. അങ്ങനെയല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം. അതിലിവിടെ എന്താണ് പറഞ്ഞത് കേട്ടത് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? എനിക്ക് തോന്നിയത് ഗുരുദേവൻ പറഞ്ഞല്ലേ പറയണത്. കസേര ഒന്നിനുള്ള സ്ഥലം കേട്ടോ, പുറത്താവുണ്ട് പോലെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യൂണിയന്റെ ശക്തി. അപ്പൊ എനിക്ക് പറയാൻ തോന്നിയ കാര്യം ഗുരുദേവൻ പറഞ്ഞതാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഇപ്പൊ തോന്നിയൊരു കാര്യം, നല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഗുരുദേവൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഇനി വേറെ ഒന്നും ചിന്തിക്കരുത്, എന്നെ മാത്രം ശ്രദ്ധിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കാതാകുമ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തുകയും ചെയ്യും. നിങ്ങൾ മടുത്തു മനസ്സിലാകുമ്പോ എന്തായാലും ഞാൻ പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ദർശനമാണ് നല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. കുട്ടിക്ക് മനസ്സിലായോ? ഇല്ലേ? എല്ലാവരും മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറക്കരുത്. മറക്കൂല പറഞ്ഞൂടെ? എങ്കിൽ ഞാൻ ഇവിടെ വിചാരിച്ചത് ഏറ്റവും ആദ്യം മറക്കാതെ ആദ്യമായി പാദത്തിന് സ്മരണ നൽകേണ്ടത്, ഓർക്കേണ്ടത് ഈ ശാഖയ്ക്ക്, ഈ മനോഹരമായ ഈ മന്ദിരവും ഈ സ്ഥലവും ഒക്കെ ഒരുക്കി തന്ന നമ്മുടെ കടന്നുപോയ നേതാക്കന്മാരില്ലേ? ഇല്ലേ? അവര് വിട്ടുന്നില്ല. അവരെ ഓർക്കണ്ടേ? ഞാൻ വന്നപ്പോൾ അവന് മേലൊരു പേര് വായിച്ചു. എന്താണ്? എം.എൻ. കൃഷ്ണൻ. നിങ്ങൾക്കറിയോ? ഇല്ലേ? കുറെ ആൾക്കാർക്ക് അറിയാം. എന്നാ എല്ലാവർക്കും അറിയണം. അപ്പൊ അതേപോലുള്ള ഗുരുദേവ ഭക്തർ, സമുദായ സ്നേഹികൾ, നന്മ നിറഞ്ഞവർ, നിസ്വാർത്ഥർ അല്ലേ? അവരല്ലേ ഈ അവസരം തന്നല്ലേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവര് മിണ്ടുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ മടുത്തോ? ഹലോ, ചായ കിട്ടിയില്ലേ? എന്തെങ്കിലും ഇഷ്ടണ്ടാക്കി പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ? നമുക്ക് നന്ദി വേണ്ടയോ? വേണ്ടേ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ആരെയാണ് ആദ്യം സ്തുതിക്കേണ്ടത്, മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാ? നമുക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നവരല്ലേ? ഗുരു പറഞ്ഞ. അപ്പൊ അതാണ് കാര്യം. ഒന്നാമതായിട്ട് ഞാൻ അവരെ ഓർക്കുകയാണ്. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എന്റെ സന്തോഷവും അവരുടെ സ്മരണയും അർപ്പിക്കുകയാണ്, പ്രാർത്ഥനയും. മനസ്സിലായോ? അവരല്ലേ നമുക്കിതൊക്കെ തന്നത്. ഇന്ന് അതിന് തുടർച്ചയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന് സ്ഥലം വാങ്ങി തന്ന, സ്ഥലം സംഭാവന ചെയ്ത കുടുംബത്തിൽപ്പെട്ട അതിന്റെ ഇപ്പോഴത്തെ തലമുറക്കാരൻ ആണ് ഇതിന് സെക്രട്ടറി എന്നാണ് ഞാൻ ഇന്നിപ്പോ മനസ്സിലാക്കിയത്. ശരിയാണോ? അത് വന്നിട്ടുണ്ടോ? എവിടെയുണ്ട്? ഒരു കൈയ്യടി കൊടുക്കുക നന്മയ്ക്ക്. ഇതൊക്കെ അല്ലേ
നമുക്കൊക്കെ ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ വലുതൊക്കെ ചെയ്ത ആളുകളല്ലേ നമുക്ക് വഴികാട്ടുകളാണ്, നമ്മുടെ ഭാഗ്യമാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയല്ലേ നമ്മുടെ അവസരം അല്ലേ? ഈ അനുമോദിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലെന്ന് തോന്നണം. നല്ല അത് കാണിക്കാത്തോണ്ടാട്ടോ ഒന്നുമല്ല, അത് അങ്ങനെയാണ്. നമ്മള് പിന്നെ എല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷെ പ്രകടിപ്പിക്കില്ലെന്നുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും അവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ആ വിഷയം അങ്ങനെ നീട്ടി പോകുന്നില്ല. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നവർ കൂടാതെ ആ കൂട്ടത്തിൽ വേറെ ചിലരുമുണ്ട്. ഈ ശാഖകളൊക്കെ നന്നായി കൊണ്ടുപോകുന്നതിന് അതിന് മേൽഘടകം വേണം സഹോദരി. ആ മേൽഘടകത്തിന്റെ പേരെന്താ? ശാഖയുടെ മേൽഘടകത്തിന്റെ പേര് യൂണിയൻ അല്ലേ? SNDP യൂണിയൻ. ആ യൂണിയനും ഞാൻ ഇപ്പം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയും പോലെയും മലബാറിൽ ഏറ്റവും ചടുലമായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഒരടി പോലും പിന്നോട്ടില്ലാതെ എന്നും മുന്നോട്ട് പ്രോഗ്രസ് കാർഡിൽ ഉയർച്ച മാത്രം കാട്ടുന്ന അല്ലേ, ആ മനോഹരമായി കൊണ്ടുപോകുന്ന ഈ യൂണിയന്റെ ഭാരവാഹികൾക്ക് ഒരു കൈ കൊടുക്കണ്ടേ ഈ വാർഷികത്തില് അല്ലേ? നമ്മള് റിപ്പോർട്ട് വായിക്കുമ്പോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ അതിനകത്തെ കുറവുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാത്രമേ പറയുള്ളൂ. എന്നാ നല്ലത് അതിനകത്തുള്ളതൊന്നും നിങ്ങളങ്ങനെയല്ലല്ലോ, ആണോ? നല്ലതല്ല പറഞ്ഞിട്ട് കുഴപ്പമില്ല, അത് പറഞ്ഞോളി. പക്ഷെ ജനങ്ങൾക്ക് കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് റിപ്പോർട്ട് വായിച്ചത് എന്ന ചർച്ച. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയുടെ ജൈത്രയാത്ര ഈ വിത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സംഘടന കൊണ്ട് ശക്തരാകുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും. ശരിയല്ലേ? ഹലോ, ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് ഏകദേശം 33 ക്ഷേത്രങ്ങളിലാണ്. SNDP ശാഖായോഗങ്ങൾ ഗുരുവിന്റെ നേതൃത്വത്തിൽ അല്ലാതെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാപിച്ച സ്ഥലങ്ങളിലെല്ലാം വിദ്യാലയങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ശിവഗിരിയിലൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഒക്കെ ആദ്യം തുടങ്ങി ഗുരുദേവനാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ ജനതയെ അവരെ എനിക്ക് കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ചിരിക്കാനോ കരയാനോ ദേഷ്യം പിടിക്കണമെന്ന് അറിയില്ല. ഒരോട്ടാ ഒത്തല്ല ഒരെണ്ണം അങ്ങനെയാ. എന്നാ അവിടെ ഇരുന്നോട്ടെ, അല്ലെ ഇത് ലേക്ക് തെളിയില്ല, നിങ്ങളെ കാണില്ല. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇല്ല കുഴപ്പമില്ല, അത് ഒറ്റയ്ക്കല്ലേ, ഗ്രൂപ്പ് കണക്ഷൻ ആണ്. അപ്പൊ ഇരുട്ടേക്ക് അങ്ങനെ സാരില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാലോ. പാലക്കാട്ടുകാരോട് അത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകേണ്ടത് പ്രസ്ഥാനത്തിന്റെ അഭിമാനമാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തരണം ചെയ്യണം. പൈസ ഇല്ല എന്നുള്ളത് വിഷയമല്ല. മുന്നിട്ടിറങ്ങിയാൽ എന്തും നേടാൻ സാധിക്കുമെന്ന ഉത്തമമായ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും എന്താ പറയാ കഠിനാധ്വാനത്തിന്റെ ഫലമായി പാലക്കാട് വെസ്റ്റ് യൂണിയന്റെ അഭിമാനമായി, മലബാറിന്റെ അഭിമാനമായി, ആധുനിക കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മ പരിഹരിക്കുന്നതിന് വലിയൊരു സംഭാവന ചെയ്ത വെസ്റ്റ് യൂണിയൻ ഒരു കോളേജ് അല്ലെ, നമ്മുടെ ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങിയ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത്? അത് നിങ്ങൾ തന്നെ കേട്ട പറയും. ശരിയല്ലേ? നിങ്ങൾ തന്നെ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിന്റെ വിലയൊക്കെ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിസ്സാര കാര്യമല്ല കേട്ടോ ഇങ്ങനൊരു വിദ്യാഭ്യാസ സ്ഥാപനം. അത് ഈ സ്ഥലത്ത് അധികം ഞാൻ മനസ്സിലാക്കുന്ന പാലക്കാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷി വളരെ അധികം ഇല്ലാത്ത ആളുകൾ ബഹുഭൂരിപക്ഷമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട്. പ്രധാനമായിട്ടും നെൽകൃഷി പോലുള്ള സംവിധാനങ്ങളാണ് സാമ്പത്തികമായിട്ട് വലിയ വരുമാനം കിട്ടാത്തൊരു മേഖലയാണ്. കുറച്ച് പൈസക്കാരൊക്കെ ഉണ്ടാവും, അവരുടെ ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കില്ല. എന്നാലും ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള പാവങ്ങളുടെ ഒക്കെ സംഭാവന കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഉണ്ടായതല്ലേ ഇതൊരു വലിയൊരു പ്രാധാന്യമില്ലേ? മനോഹരമായ വിദ്യാഭ്യാസ സ്ഥാപനം, അത് വളർന്നു പന്തലിച്ച ആധുനിക കോഴ്സുകൾ, നമ്മുടെ സുമേഷൊക്കെ പറയും പോലെ ആധുനികമായി സമൂഹത്തിന് ഗുണകാരികളായ ഈ AI യുഗത്തിൽ കുട്ടികൾക്ക് ഭാവിയിൽ അമേരിക്കയ്ക്കും യൂറോപ്പിലേക്കും ഒന്നും പോകാൻ ഇടവരാതെ ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന പുതിയ കോഴ്സുകളുമായി, PG കോഴ്സുകളുമായി ഈ വിദ്യാലയം വളർന്ന് മലബാറിൽ മാത്രമല്ല കേരളത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി സരസ്വതി ക്ഷേത്രമായി മാറാൻ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? അന്നൊക്കെ അല്ലേ, അതിനൊക്കെ നമുക്ക് വരെ ശ്രദ്ധിക്കണം. അതിനിടയിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ രാമകൃഷ്ണ പോലുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ ഗുരുവിന്റെ അങ്ങേറ്റമായ വിശ്വാസികളായതുകൊണ്ട് നല്ലതെല്ലാം ചെയ്തു നല്ല കാര്യം മറപ്പത് അതിന് വാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. തെറ്റിദ്ധാരണ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് ശരിയോ തെറ്റോ എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിലതില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ മോശമായി പറയുകയോ എന്തും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം പറഞ്ഞിട്ടില്ലേ? മറക്കണം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ മറക്കൂല? കല്യാണം കഴിച്ച് വന്ന അന്നത്തെ ദിവസം അമ്മായിമ്മ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? 60 വയസ്സായി. അത് ഓർമ്മിക്കേണ്ട വല്ല കാര്യമുണ്ടോ?
എന്ന് പറഞ്ഞതുപോലെ നമ്മളെ നേരെ അത് അറിവില്ലായ്മ കൊണ്ടോ മനസ്സിലാക്കാത്തതുകൊണ്ടോ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അസാരമില്ല, അത് തിരിച്ചറിയും എപ്പോഴെങ്കിലും. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കൂലേ? അങ്ങനെ കാണാൻ ഒരാൾ നമുക്ക് ശത്രുവില്ല, അല്ലെങ്കിൽ നമ്മളൊരാൾ ആരും നമുക്ക് അന്യരല്ല, ആണോ? അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായ ഒരാത്മരൂപം. അങ്ങനെയല്ലേ? എന്നിലും നിങ്ങളിലും എല്ലാം ഉള്ളത് ആരാ? തത്വമസി, അഹം ബ്രഹ്മാസ്മി, അല്ലെ? ഏകം സത് വിപ്ര ബഹുധാവദന്തി, ആണോ? സംസ്കൃതം പഠിച്ചില്ല? നിങ്ങൾ എന്നെ പോലെ തന്നെയാണ്. നിങ്ങൾ പഠിച്ചില്ല, ഞാൻ പഠിച്ചില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സംസ്കൃതം? കുറച്ചു പേർക്ക് അറിയാമായിരിക്കും. ഇത് ഞാനിങ്ങനെ നമ്മൾ ചില സംസ്കൃതമൊക്കെ ഇങ്ങനെ വായിച്ച് അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് പഠിക്കാൻ പഠിച്ചതാ. അതിനാണ് വേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അന്തസത്തയാണ് ഏകം സത് വിപ്രാം ബഹുധാവദന്തി. ഈ പ്രപഞ്ചത്തിൽ സത്ത് അഥവാ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അറിവുള്ളവർ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് മാത്രമാണ്, അല്ലെ? അതിനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനും. ഉലകിലു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകിലുരപ്പത് സർവമോഹഹീനം. കേട്ടില്ലേ? അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭഗവാൻ ഗുരുദേവൻ നമുക്ക് അരുളി ചെയ്തിട്ടുള്ളതെല്ലാം ഏത് തന്നെയാണ്? ലോകത്തിൽ ഏകമായ ഒരു അറിവുള്ളൂ, വേദം. വേദം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അതിനപ്പുറം ഒരു അറിവുണ്ടോ? ഉണ്ടോ സഹോദര? വേറൊന്നും പറയാനില്ല. അത് തന്നെ, അതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് പറയുന്നത്, ഉലകിലു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകിലുരപ്പത് സർവമോഹഹീനം. ഈ ഉലകിന് വേറൊരു സത്തയില്ല, ഒരു സത്തയേ ഉള്ളൂ, ഈശ്വരനേ ഉള്ളൂ. അത് അങ്ങനെ അല്ലാന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്താണ്? ജഡലുവിലേശയമെന്നു തോന്നിയാലും നലറിയലും മലർമാലനാഗമാമോ. അറിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് വഴി കിടക്കുന്ന ഒരു പൂമാല കണ്ടിട്ട് പാമ്പെന്ന് പറഞ്ഞാൽ പൂമാല പാമ്പാവും. അപ്പൊ അറിവില്ലാത്തവർ പറയും ആ ദൈവം, ഈ ദൈവം, അങ്ങനത്തെ ദൈവം, ഇങ്ങനത്തെ ദൈവം എന്ന് പറയും. സത്യത്തിൽ എത്ര ദൈവമുണ്ട്? ഒന്നേ ഉള്ളൂ. ഈ സത്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഉള്ള ഭഗവാൻ ഗുരുദേവന്റെ ആ അനുഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരണം. അപ്പൊ ഞാനിവിടെ വിചാരിച്ചത് തന്നെ പറയാനുണ്ട്. നമുക്ക് ഗുരുദേവൻ പറഞ്ഞ പ്രധാനപ്പെട്ട പാഠമാണ് വേണ്ടത്. നമ്മളിപ്പോ എത്ര വാർഷികം നടക്കുന്നത്? വാർഷികം 16 വർഷം പിന്നിടുമ്പോ പിന്നിട്ട വഴികൾ ഓർക്കണ്ടേ? അത് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ കടന്നു വന്നതൊക്കെ ഒന്ന് ഓർക്കണ്ടേ കുട്ടി? അതാണ് പറഞ്ഞത്, നല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞാൽ കുറെ സമയം പിടിക്കുന്നുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. അതിൽ വരേണ്ട കാര്യം ഞാൻ പറയാം. ഒന്നാമതായിട്ട് സത്യത്തിൽ നമ്മളിപ്പോ നമുക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നവരും നമുക്ക് നേതൃത്വം നൽകുന്നു. അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റ് ആണെന്നോ, വനിതാ സംഘ പ്രസിഡന്റ് ആണെന്നോ, വനിതാ സംഘ സെക്രട്ടറി ആണെന്നോ, വൈസ് പ്രസിഡന്റ് ആണ്, SNDPO ഡയറക്ടർമാരാണെന്നൊക്കെ എവിടേക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ആ നേതൃത്വത്തിനോടുള്ള നമ്മുടെ കടപ്പാട്, നന്ദി നമ്മൾ വേണം. അതേപോലെ തന്നെ ശാഖയിൽ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന നിങ്ങൾ ആ ശാഖയ്ക്ക് നൽകുന്ന സംഭാവനകളും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. സ്വന്തം കാര്യം നോക്കാതെ ഓരോരുത്തരുടെയും വീട്ടുകാര്യങ്ങൾ പലതും മുടക്കിയിട്ട് ഈശയിലെ കാശ് മുടക്കി കുറച്ചുപേരെ ചിന്തയും കേട്ടു, അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ആത്മാർത്ഥതയുടെ ഗുരുഭക്തരായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ നല്ല കാര്യങ്ങളെ കുറിച്ചും ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ചെയ്ത നന്മകൾ, അതുപോലെ നേരത്തെ ചെയ്തു പോയ പൂർവികരുടേതും. അതാണ് ഞാൻ പറഞ്ഞ ആദ്യം. ഇനി ഒറ്റന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ ഏറ്റവും അധികം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ്. റൈറ്റ്? സമ്മതിച്ചോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? എന്നൊന്ന് പറഞ്ഞു. നമ്മുടെ അച്ഛനും അമ്മയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം ഓർക്കേണ്ടത് ആരെയാണ്? കബീർദാസിനെ വരുന്നുണ്ടോ? എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ആളാ. കബീർദാസിനോട് ചോദിച്ചു, ഈശ്വരനും ഗുരുവും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആദ്യം ആരെ വണങ്ങുന്നു? ആരെ കുട്ടി കേട്ടില്ലേ? ആദ്യം ആരെ വണങ്ങും? ആദ്യം ഗുരുവിനെ വണങ്ങും. എന്താ കാര്യം? ഈ ഭഗവാൻ ഉണ്ടെന്നും ഭഗവാനെ പരിചയപ്പെടുത്തുന്നതും ആരാ? ഈ ഗുരുവാ. അത് കഴിഞ്ഞിട്ട് മദീന. അതുപോലെ നമുക്ക് ഇതൊക്കെ പറയാനും ഇവിടെ നിൽക്കാനും ഈ ഭൂമിയിൽ അവസരം തന്നതാരാ? സാക്ഷാൽ നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാ അത് കഴിഞ്ഞില്ലേ ബാക്കിയുള്ളൂ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? കേട്ടില്ലേ അത്? ഇല്ലേ? അങ്ങനെ എല്ലാവരും അവരുടെ അമ്മയെ ഒന്ന് മനസ്സ് വിചാരിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൂടെ? അതിൽ വലുത് ആരാ നമുക്കുള്ളത്? അപ്പൊ നമുക്ക് നന്മ വരും, ഈശ്വരൻ കടാക്ഷിക്കും. അതുകൊണ്ടാ. പിന്നെ പിതാവ് ഇല്ലേ? അച്ഛനും അതുപോലെ തന്നെ അല്ലേ? അച്ഛൻ ഇങ്ങനെ ദൂരെ നിന്ന് വഴക്കൊക്കെ പറയും. പക്ഷെ ഇല്ലേ, അച്ഛൻ 4 കഷ്ണം ചിക്കൻ വെച്ചത് വാങ്ങിച്ചോണ്ട് വരും. 2 മക്കള് വിളമ്പി വെച്ചു. 2 മക്കൾ ഓരോന്നിടത്ത് വേഗം തിന്നു. പിന്നെ 2 ഉള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ചിക്കൻ ഒന്നും വേണ്ട, എന്തോ ഒരു വയറ് കംപ്ലൈന്റാ, സുഖല്ല. ഈ കംപ്ലൈന്റിന്റെ പേരെന്താ പറയും? മൂത്രസ്നേഹം. മനസ്സിലായോ? അങ്ങനെയല്ലേ അമ്മമാര് ചെയ്യുന്നത്? അപ്പൊ അമ്മ പറയാ, ഞാൻ പണ്ടേ ചിക്കൻ പൊരിച്ചു തരുന്നില്ല, കറി മാത്രമേ കൂട്ടത്തുള്ളൂ. കേട്ടിട്ടുണ്ടോ മോനെ? ഉണ്ടോ? ആ വിശപ്പില്ലായ്മയുടെ പേരാണ് മൂത്രസ്നേഹം. മനസ്സിലായോ? അപ്പൊ ഓരോരുത്തരും ഇപ്പൊ ഇരുന്നിട്ട് മാതാപിതാക്കളെ മനസ്സിൽ വിചാരിച്ച് അവർക്കൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഭൂരിപക്ഷം മക്കൾ ഇന്ന് കാനഡയിലോ അമേരിക്കയിലോ ആണ്.
വാട്സാപ്പിലൂടെ കണ്ടിട്ട് ഞാൻ അടുത്ത കൊല്ലം വരും, അതിന്റെ പിന്നത്തെ കൊല്ലം വരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു മകൻ വന്നു, അമ്മയ്ക്കും സീരിയസ് ആയിട്ട്, ഒരു മകനേ ഉള്ളൂ, എഞ്ചിനീയർ ആണ്, കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ. അപ്പൊ വന്നിട്ട് 5 ദിവസത്തെ ലീവിന് വന്നത്, സീരിയസ് ആണെന്ന് പറഞ്ഞ് വന്നതാ. അപ്പൊ 5ാമത്തെ ദിവസം കൂട്ടുകാരോട് പറഞ്ഞു ഒന്നും ആയില്ല. എന്ത് 5 ദിവസം ലീവ് ഉള്ളൂ. ദൈവമേ, ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ? ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബത്തിൽ തന്നെ പറയാനുണ്ട്. പിന്നെ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ നിൽക്കൂല. സത്യമില്ല കുട്ടി, ആ കുട്ടി അല്ലെങ്കിൽ പോയിട്ടുണ്ടോ? ശരി. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കള്, ഒരുപക്ഷെ ചിലരുടെ മാതാപിതാക്കൾ വിട്ടുപോയിട്ടുണ്ടാവും. എന്റെ അച്ഛൻ വിട്ടുപോയി, അമ്മയുണ്ട്. അപ്പൊ അവരല്ലേ പ്രധാനം നമുക്ക്, അല്ലേ? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുവൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. സന്തോഷായില്ലേ? മനസ്സിലൊരു നനവൊന്നുമില്ല. ഇപ്പോ അതാണ് നമുക്ക് കഴിയണം. അത് ഗുരു പഠിപ്പിച്ചതാണ്, അതിനപ്പുറമുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഗുരു. അപ്പൊ അതേപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇതൊക്കെ പറയാൻ ഈ നാവ് തന്നാരാന്നറിയാം, ഇതൊക്കെ പറയിപ്പിക്കുന്നതാരാന്നറിയാം. സത്യത്തിൽ മാതാപിതാക്കളാണ് നമുക്ക് ജന്മം തന്നതെങ്കിലും ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ പിതാവാരാ? മോളുണ്ടല്ലേ? അത് തന്നെ, അതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും ഗുരുദേവൻ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ മറന്ന് ഒരു ജീവിതവും നമുക്ക് പാടില്ല. ഒരു പീഡയറുമ്പിലും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിന്തിരുമൈ വിട്ടകലാത ചിന്തയും. അതിന്റെ അർത്ഥം ആലോചിക്കേ. നമ്മൾ ഓരോന്നും, നമ്മൾ കഥയായാലും കവിതയായാലും കീർത്തനമായാലും അതെന്ത് ചെയ്യണം? നമ്മളത് ആലപിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അതിന്റെ ഉള്ളിലൊരു തത്വമുണ്ട്. നമ്മൾ വെറുതെ കഥ പഠിക്കാൻ വേണ്ടിയല്ല കഥ വായിക്കുന്നത്, ആണോ? ചരിത്രം വെറുതെ പഠിക്കാനുള്ളതല്ല, പാഠം പഠിക്കാനാണ്. ചരിത്രത്തിനുള്ളതാ, ചരിത്രം വെറുതെ പഠിക്കാനുള്ളതല്ല, പാഠം പഠിക്കാൻ. അതുപോലെ ഹൈന്ദവ സിദ്ധാന്തങ്ങൾ, സനാതന ധർമ്മം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ തത്വങ്ങളുടെ എല്ലാം ഉദ്ദേശം നേരിട്ട് പറഞ്ഞു തരുമ്പോൾ ഒരു കഥയായിരിക്കും, കവിതയായിരിക്കും, കീർത്തനമായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാ ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവാരാ? സാക്ഷാൽ ഭഗവാനല്ലേ, അല്ലേ? ആ പഞ്ചായത്ത് മെമ്പർ ബാങ്കിൽ അത് പഞ്ചായത്ത് മെമ്പറാണോ? ആ സഹോദരൻ ഇല്ലേ? നമുക്ക് ഒരേ പ്രായം തോന്നുന്നു, അവിടെ കുഴപ്പമില്ലല്ലോ. എനിക്ക് 50, നിങ്ങൾക്ക് 50 അല്ലേ ഉള്ളൂ? 50 എനിക്ക് 40. കൂട്ടുകാരായിട്ട് എനിക്ക് 8 കൊല്ലമായിരുന്നു. അത്ര പ്രായം നിൽക്കില്ല. നിങ്ങൾക്ക് വേണ്ടാ തോന്നുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഭഗവാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ നമ്മുടെ ഈ കുടുംബസംഘമായതുകൊണ്ടാണ് പറയുന്നത്. ജീവിതത്തിൽ ഇതൊക്കെ പകർത്തിയാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് അറിയാമോ? ഈശ്വര ചിന്തയിതൊന്നേ മനുജന ശാശ്വതമേ ഉലകിൽ ഇഹപര സുഹൃതം എവിടുമാർക്കും ഇത് സംസാര വിമോചനമാർഗം. ഇത് പലവട്ടം കേട്ടതല്ലേ ഈ ഭക്തിഗാനം? എത്ര അർത്ഥവത്താണ്. ഈശ്വര ചിന്ത ഉണ്ടായാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും എല്ലാം കിട്ടും. മനസ്സിലായോ? ഈ ലോകത്തിൽ ശാന്തി, സമാധാനം, ഐശ്വര്യം, അതിൽ നിങ്ങൾക്ക് വേണ്ടത് അത് കണ്ണുനീരാണ് വേണ്ടത്. ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ഈ ലോകത്തിൽ കിട്ടുന്നത് വേണം. ഈശ്വരനെ നമ്മൾ മറക്കരുത്. അതാ നേരത്തെ പറഞ്ഞത്, ഒരു വീട് എറുമ്പിനും വരും തരുതെന്നുള്ള അനുകമ്പയും സദാ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിന് പോലും ഒരു ഉപദ്രവവും വരുത്തരുത്. എന്നാൽ ഒരുത്തനും ഒരു നാളും ഒന്നുകൊണ്ടും അറിയാതെ കൊണ്ടും ഉപദ്രവം ഉണ്ടാവുന്ന, അങ്ങനല്ലേ? നന്നായി വരട്ടെ മമ വൈദ്യ ജനങ്ങൾ പോലും എന്നാകണം മമ മനം ജഗത് പിതാവെന്ന, അല്ലെങ്കിൽ ജഗത് സ്വരൂപ കേട്ടുണ്ടോ? ഗോദാനന്ദ സ്വാമി എഴുതിയതാ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ആരും ഉപദ്രവിക്കാതിരുന്നാൽ അതാണ് അനുകമ്പ. പിന്നെന്താ പറയുന്നത്? കരുണാകര നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. കരുണാകരനായ കരുണയുടെ സാഗരം ഭഗവാനാണ്, ഈശ്വരൻ. ഈശ്വരനെ നമ്മൾ ഊണിലും ഉറക്കത്തിലും എന്ത് ചെയ്ത് മറന്നുപോയത്. ഇങ്ങനെ ജീവിച്ചാൽ പിന്നെ അനുഗ്രഹം അല്ലാതെ എന്താ കിട്ടുക? ദൈവം നമ്മളെ കൊണ്ടുനടക്കില്ലേ? ഉണ്ടാവില്ലേ? അതന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞു നോക്കാം. അതിന് കാരണം എന്താ പറയാ? ഒന്ന്, നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് എവിടെയാ ജന്മം തന്നത്? ഈ കേരളത്തിലല്ലേ? അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലല്ലേ? നിങ്ങൾ മണിപ്പൂരെങ്ങാനാണ് ജനിച്ചതെങ്കിലോ? ആലോചിച്ചാൽ മതിയാവുന്നു. ആലോചിച്ചോ? ഇല്ലേ? ബംഗ്ലാദേശിലായിരുന്നെങ്കിലോ? പിന്നെ ഈ പരിപാടിക്ക് വരാൻ പറ്റുമോ? അവിടെ പരിപാടി നടക്കുമോ? കഴിഞ്ഞു. പാകിസ്ഥാൻ പിന്നെ എവിടെയായിരുന്നു? മനസ്സിലായോ? അപ്പൊ നമുക്ക് ദൈവം എവിടെ അവസരം തന്നത്? ഇതൊക്കെ ദൈവം നിശ്ചയിക്കുന്നിടത്താണ് നമ്മൾ വരുന്നത്. ഞാൻ തീരുമാനിച്ചിട്ടല്ല ഞാൻ ഈ തിരുവമ്പാടി വന്നത്. മനസ്സിലായോ? നിങ്ങളോ? തീരുമാനിച്ചത് ദൈവമാണ്. അപ്പൊ അങ്ങനെ അവസരം തന്നെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വേറൊരു കാര്യം, നമ്മൾ ജനിച്ച സമയം നിങ്ങൾക്ക് ഓർമ്മണ്ട. കാലം, സമയം വെച്ചാൽ കാലം. സുഹൃത്തുക്കളെ,
100 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടേനെ ഞാനും. മനസ്സിലായോ? എന്തുവാ? ഗുരുദേവൻ അവതരിക്കുന്നതിന് മുമ്പാണ് നമുക്ക് ഈ ജന്മം തന്നിരുന്നെങ്കിൽ ദൈവമേ ആലോചിച്ചു കേട്ടോ. കുട്ടി ആലോചിച്ചോ? ഇല്ലേ? ഞാൻ വിശദീകരിക്കണല്ലോ. എന്താ ഇങ്ങനെ വസ്ത്രം ധരിച്ച് വിളിക്കാൻ പറ്റുമായിരുന്നോ? കഴിഞ്ഞില്ലേ? ബാക്കി പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്നത്തെ ഈ പേരിടാൻ പറ്റുമായിരുന്നോ? ഈ എടത്തല രാമകൃഷ്ണൻ എന്ന പേരിടാൻ പറ്റുമായിരുന്നോ? ഉണ്ണികൃഷ്ണൻ ഇടാൻ പറ്റുമായിരുന്നോ? എനിക്ക് കിട്ടിയതിനെ തല്ലി. ഇപ്പൊ മനസ്സിലായെങ്കിൽ ഗൗരവം എന്നിട്ടും ചിന്തിക്കുന്നില്ല. മനസ്സിലായ പറഞ്ഞത്? ഇഷ്ടമുള്ള റോഡിൽ കൂടി പോകാൻ പറ്റുമോ? വസ്ത്രം ധരിക്കാൻ പറ്റുമോ? പേരിടാൻ പറ്റുമോ? ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ? കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നോ? ഏതെങ്കിലും ഉയർന്ന സമുദായക്കാരന് അവകാശപ്പെടുന്ന, എല്ലാവർക്കും ഒരു സമുദായമൊന്നും, അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അവർ പരാതിപ്പെട്ടാൽ നമ്മുടെ കാര്യം നോക്കാം. അപ്പൊ ഞാനാണെങ്കിൽ പറയാം, എന്റെ പൊന്ന് തമ്പ്ര, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. അപ്പൊ പറയും എണ്ണ തിളപ്പിക്കട്ടെ. എന്തിനാ എണ്ണ തിളപ്പിക്കുന്നത്? കുറ്റം ചെയ്തില്ല എന്നുള്ള പരീക്ഷണം നടത്തി എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് എന്റെ കൈ മുക്കണം. കൈ മുക്കിയിട്ട് പൊള്ളിയില്ലെങ്കിൽ ഞാൻ സത്യസന്ധനാണ്, എന്നെ വിട്ടായിരിക്കും. എങ്ങനെയുണ്ട്? ദൈവമേ. അല്ലെങ്കിൽ മുതലക്കുളം കേട്ടിട്ടുണ്ടോ? മുതലക്കുളം നിറച്ച് മുതലുള്ള കുളത്തിന്റെ ഇങ്ങനെ സൈഡിലേക്ക് വെള്ളത്തിലിടും. എന്നിട്ട് അപ്പുറത്ത് നീന്തി കയറണം. മുതല കടിച്ചു തിന്നാതെ നീന്തി കയറിയ അവൻ സത്യസന്ധനാന്ന് ഉറപ്പാ. ആ കാലത്ത് ജനിക്കാതെ ഈ സമയത്ത് അവസരം കണ്ടിട്ട് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നില്ല, പിന്നെ എന്തൊരു കഷ്ടം. അമ്മ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരി, അമ്മ സമ്മതിച്ചോ? അത് തന്നെയാണ്. ഇങ്ങനെ എത്രയുണ്ട്. അന്നത്തെ ശിക്ഷാവിധിയൊക്കെ അറിയാം. തലകീഴായി കെട്ടിത്തൂക്കി അവർക്ക് ആകാവ് പോലെ തല്ലിയിട്ട് 5-8 ദിവസം തൂങ്ങിക്കിടന്ന് വെയിൽ കൊണ്ട് മരിച്ചു പോവാ. പിന്നെ അടയ്ക്കേണ്ടാകുന്ന മരത്തിലൂടെ എന്താ പറയാ, കമുക് തന്നെയല്ലേ? ആണോ? അതിൽ നിന്ന് വാരിക്കൂന്തം പറഞ്ഞാൽ അറിയോ? ജാവലിൻ അറിയോ? അറിയില്ലേ? കുന്തം. അത് കൂർപ്പിച്ചുണ്ടാക്കിയിട്ട് തെറ്റ് ചെയ്ത ജാതി കാണുന്നതാണെങ്കിൽ അടിച്ചു കയറ്റും. എവിടെ അടിച്ചു കയറ്റുന്നത്? ചെയ്തവർക്ക് നാണല്ലെങ്കിൽ പറയും നമുക്ക് നാണം വേണ്ടേ? ഇവിടെയാണ് പൂർത്തിയാക്കുക. ഉള്ള കാര്യമാണ്. ചിത്രബോധം അതിന്റെ പേര്. ചെറിയ ചെറിയ കുറ്റത്തിന് ചെയ്യുന്നതാ. അപ്പൊ നിങ്ങൾ അത്രയും വെച്ചിരുന്ന് ആലോചിക്കുക. ഇതൊരു 100-150 കൊല്ലം മുമ്പാണ് ഈ ഭൂമിയിൽ ഭഗവാൻ നമുക്ക് അവസരം തന്നിരുന്നെങ്കിൽ നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? അപ്പോ ആ ഭഗവാനെ സ്തുതിക്കാതെ മുന്നോട്ട് പോകുന്ന പറഞ്ഞാൽ അതിന് വലിയ തെറ്റ് വേറെണ്ടോ? അല്ലേ? അതുപോലെ വേറൊന്ന്, ഞാനും നിങ്ങളുമൊക്കെ അമ്മയുടെ ഉദരത്തിലല്ലേ ജനിച്ചത്? അമ്മയുടെ ഉദരത്തിലല്ലേ വയറ്റില്? ആ ഉദരത്തിൽ ജനിച്ചിട്ട് 9 മാസമോ 9 ദിവസമോ പിന്നത്തെ കുറച്ച് സമയങ്ങളുണ്ട്, എനിക്കറിയില്ല. അത്രയും ദിവസം കിടന്നിട്ട് നിങ്ങളെ എന്നെ നോക്കിയതാരാ? അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ നോക്കിയതാരാ? ഇപ്പൊ ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു ഉണ്ണി ഭാഗ്യം കൊണ്ട് ഉദരത്തിലുണ്ടാവും. അതിന് അമ്മയാണ് നോക്കുന്നത്. ആ കുട്ടി നേരെയാണോ കിടക്കുന്നത്, ചെരിഞ്ഞാണോ കിടക്കുന്നത്, വളഞ്ഞാണോ കിടക്കുന്നത്, വയറുവേദനയുണ്ടോ എന്ന് ആരും നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആരാ നോക്കിയത്? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുമല്ലേ. ആരാ നോക്കിയത്? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുമല്ലേ. എന്താ പിണ്ടം? പിണ്ടം കണ്ടിട്ടുണ്ടോ? എന്റെ പിണ്ടം ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങൾക്കില്ലേ ഓരോന്ന്? അതാരാ വളർത്തിയത്? ഗർഭത്തിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ നോക്കി ഒരു കേടുമില്ലാതെ അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ കണ്ടുവെച്ചെന്ന്, ഇവിടെ തന്നെ കൈകൊണ്ട് വെച്ചെന്ന്, ഒരു കുഴപ്പമില്ലാതെ നമ്മളെ സംരക്ഷിച്ചതാരാ? അതാണ്. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുമല്ലേ. ബാക്കിയുണ്ട്. കൽപ്പിച്ച പോലെ വരുമെന്നു നിലച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും അടിയനൊക്കെയും അന്ന് ശംഭോ. കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചു കണ്ടിട്ട്. അപ്പൊ ആരാ കൽപ്പിക്കുന്നത്? നമ്മുടെ ജീവിതം. ഇവരിപ്പോ പഞ്ചായത്തിൽ ജയിക്കുമെന്ന് ആരാ തീരുമാനിച്ചത്? അവർ തന്നെയല്ല. അവരതിനുള്ള വിശ്വാസത്തോടെ ജോലി ചെയ്തു. ജയിപ്പിച്ചതാരാ? ഈശ്വരന. അതാണ് കൽപ്പിച്ച പോലെ വരും. അതുകൊണ്ട് നമ്മളൊക്കെ ആരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു? നമ്മുടെ ജീവിതം ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുന്നു. കാരണം എന്താ? നമുക്ക് അന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. അതായത് മാതാവുമില്ല ഇവിടെയെന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണ് ഇവൻ ഇന്ന് ശംഭോ. മാതാവുമില്ല പിതാവുമില്ല. അന്ന് ആ വയറിനുള്ളിൽ നമ്മൾ നോക്കാൻ മാതാവും പിതാവും ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ നോക്കിയത് നമ്മളെ? കേടുകൂടാതെ എൻ താതൻ വളർത്തി. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്ന SNDP ശാഖക്കാരെ ഇടപെടാനില്ല, മൈക്രോ ഫിനാൻസ് കമ്മിറ്റി ഇല്ല. ഉള്ളിൽ കിടക്കുമ്പോഴേ ബന്ധുക്കളും പൈസ ഒന്നുമില്ല അവിടെ. അതാണ് ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തൊന്നു കൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതൊന്നു നിലച്ചു കണ്ടാൽ അന്ധത്വമില്ല അതിന് നീ അരുളീട് ശംഭോ. അങ്ങനെ ഗർഭകാലത്ത് വയറ്റി കിടക്കുമ്പോഴും ഒരു കേടുമില്ലാതെ സംരക്ഷിച്ച് വളർത്തി നമ്മളെ ഭൂമിയിലേക്ക് വരാൻ അവസരം തന്ന് കാത്തു സംരക്ഷിക്കുന്ന ഈശ്വരനെ മറന്ന് നമുക്ക് പോകാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് മറന്നു പോകുന്നൊരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഇവിടെ ഏറ്റവും ഗുരുവിനെ പറഞ്ഞാണ് പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ
ശ്രീനാരായണ ഗുരുദേവനെയാണ് ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഓർമ്മിക്കേണ്ടത്. ശരിയല്ലേ? അതാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ഓർമ്മിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അക്കൂട്ടത്തിൽ ഈ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. ഗുരുദേവനെ കുറിച്ച് തന്നെയാണ്. ദൈവം എവിടെ ഉണ്ടെന്നാണ് ഗുരുദേവൻ കാണിച്ചത്? അത് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞ ദൈവത്തിന് അനുഗ്രഹം വേണ്ടേ? അപ്പൊ ആ ദൈവം എവിടെയുള്ളത്? ഗുരുദേവൻ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാം. എവിടെയാ? അതെവിടെ കാണിച്ചു പറയാം? നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് കളവങ്കോടത്തും ഒന്ന് ഉല്ലലയിലുമാണ്. അറിയാമോ? ബഹുഭൂരിപക്ഷ ആളുകൾക്ക് മനസ്സിലായി. കളവങ്കോടത്തും ഉല്ലലയിലും ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയത് എന്താണ്? കണ്ണാടി. അതായത് ഓങ്കാര പ്രതിഷ്ഠയാണ്. കണ്ണാടിയിലെ ഓങ്കാര പ്രതിഷ്ഠ. ക്ലിയർ ആയോ? നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താ പറയാ? കണ്ണാടി പ്രതിഷ്ഠയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കണ്ണാടി പ്രതിഷ്ഠയല്ല. പിന്നെ എന്താ സഹോദര? എന്താണ്? ഓങ്കാരമാണ്. എന്താ പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവർക്കും അറിയില്ലേ? ആരും മിണ്ടുന്നില്ല. അറിയാമെങ്കിൽ കൂടുതൽ പറയില്ല. ഞാൻ കണ്ണാടിയില്ല, മുഖം നോക്കുന്ന കണ്ണാടി ഗുരു എങ്ങനെയാ പ്രതിഷ്ഠിച്ചെന്ന് അറിയാമല്ലോ അല്ലേ? എങ്ങനെയാ? ഈ കണ്ണാടിയുടെ ബേക്കിൽ ഒരു സാധനമില്ല. അതിന് ചിലർ പറയാം രസം ആണോ? നിങ്ങളെന്താ പറയാ? മെർക്കുറി ആണോ? ആണോ? അല്ലേ? രസമല്ലേ? നമ്മുടെ കണ്ണാടിയുടെ ബേക്കിലുള്ള രസം പൊടിഞ്ഞു പോയാൽ നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഗുരു എന്താ ചെയ്തത്? ഗുരു ഇതിന്റെ പിന്നിൽ 28 അവസാനത്തെ പ്രതിഷ്ഠകളെ കണ്ടും. അത് ഉല്ലലയിലും പിന്നെ എന്താണ് കളവങ്കോടും. ഇതിന് ബേക്കിൽ രസം ചേർന്നിട്ട് ഓവെന്ന് എഴുതി. പിടികിട്ടിയോ? ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് അറിയുന്ന ആ ഓവെന്ന് എഴുതിയതാണ് പ്രതിഷ്ഠിച്ചത്. അപ്പൊ പ്രതിഷ്ഠ എന്താണ്? ഓങ്കാര പ്രതിഷ്ഠയാണ്. പ്രണവ മന്ത്ര പൊരുളാണ്. ഓവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയാമായിരിക്കും. ഓവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ നാമരൂപമാണ്. പിടികിട്ടിയോ? നമ്മുടെ ഈശ്വരൻ ആരാണ്? പരബ്രഹ്മമാണ്. അല്ലേ? നമ്മുടെ ഈശ്വരന്റെ പേരെന്താ? പരമാത്മാവ്, പരബ്രഹ്മം. കേട്ടില്ലേ? പരബ്രഹ്മം. അതാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ വിവിധ ഭാവങ്ങളാണ് ത്രിമൂർത്തികളും മറ്റു ദേവതകളും എല്ലാം. 33 കോടി ദേവതകളുണ്ട്. പക്ഷെ എല്ലാം എന്താണ്? ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഉലകിന് വേറൊരു സത്ത ഇല്ല. അതിന്റെ പേരാണ് പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിനെ അടയാളപ്പെടുത്തുന്ന നാമരൂപമാണ് ഏത്? ഓം എന്ന് പറയുന്നത്. നാമരൂപം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് നാമരൂപം കാണിക്കാം. രാമചന്ദ്രന്റെ പേരുണ്ടാവും, കാണുന്നില്ല അല്ലേ? കുറച്ചുകൂടെ ആശാപ്രദീപ് എന്ന് വായിക്കാൻ കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ടോ? ആശാപ്രദീപ് എന്നുള്ളത് അവരുടെ പേരല്ലേ? ആ പേരിന്റെ രൂപമല്ലേ അത്? മനസ്സിലായോ? നാമത്തിന്റെ രൂപം. ആ എന്ന ശബ്ദത്തിന്റെ രൂപമല്ലേ ഇങ്ങനെ മലയാളത്തിൽ എഴുതുന്നത്? പിടികിട്ടിയോ? നാമരൂപം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അങ്ങനെ ഈ ഈശ്വരന്റെ നാമരൂപമാണ് ഏത്? ഓം. പ്രണവമന്ത്ര പൊരുളാണത്. പ്രണവമന്ത്രം. അതാണ് ഈ ഓമിനെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ എന്താണ് ഗുരു പ്രതിഷ്ഠിച്ചത്? ഈശ്വരന്റെ നാമമാണ് പ്രതിഷ്ഠിച്ചത്. ഇനി ഈ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ വന്ന് നിൽക്കുക. ഒന്ന് പ്രാർത്ഥിച്ചേ നോക്കട്ടെ. നിങ്ങൾ ആരെയാണ് കാണുന്നത്? നിങ്ങളെ കാണൂലേ? പക്ഷെ ഇവിടെ എന്താ കാണുക? മധ്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ കാണുക? ഓമല്ലേ കാണുന്നത്. അപ്പൊ ഗുരു എന്ത് പറഞ്ഞു തന്നു? അഹം ബ്രഹ്മാസ്മി. ബ്രഹ്മം പറഞ്ഞില്ലായിരുന്നു? അഹം. പിടിയില്ലേ? അപ്പൊ ഗുരു പറഞ്ഞത് എന്താണ്? ദൈവം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അത് കൃത്യമായിട്ട് കാണിച്ചു തരാണ്, പറഞ്ഞതിന് മാത്രമല്ല. അതാണ് ഗുരു ചെയ്തത്. പിടികിട്ടിയോ? അപ്പൊ ഈ പറയുന്ന കണ്ണാടി ഓങ്കാര പ്രതിഷ്ഠ നടത്തിയിട്ട് നമ്മൾ 2 ക്ഷേത്രങ്ങളിൽ പോയി നിൽക്കുമ്പോ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവത്തെ നീ എവിടെ അന്വേഷിക്കണം? ഹൃദയം ദേവാലയം. കേട്ടില്ലേ? ഉള്ളിലുണ്ട്. അത് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ഈശ്വരൻ എവിടെ ഇരിക്കുന്നുണ്ട്? ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ചത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്. പിന്നെ ദൈവത്തിലേക്കുള്ള വഴിയും ഗുരുദേവൻ കാണിച്ചു തന്നു. ദൈവത്തിലേക്കുള്ള വഴി ഏതാണെന്നറിയാം? അത് പിന്നെ തൃശ്ശൂരും തിരുവനന്തപുരത്തും മുരിക്കുമ്പുഴയിലും പിന്നെ കാരമുക്കിലും കാണിച്ചു തന്നിട്ടുണ്ട് വഴി. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വഴി വേണ്ടേ? വഴി രാത്രിയാണെങ്കിൽ വെളിച്ചം വേണ്ടേ? പകലാണെങ്കിലും ശരിയായ വെളിച്ചം വേണ്ടേ? വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം മാത്രമല്ല, അറിവിന്റെ വെളിച്ചം വേണം. അപ്പൊ ഈശ്വരനിലേക്കുള്ള യാത്ര എങ്ങനെ പോകണം എന്നുള്ളത് കാണിച്ചു തന്നു. എന്താ കാണിച്ചു തന്നത്? ഒന്ന് കെടാവിളക്കാണ് പ്രതിഷ്ഠ. അറിയാലോ? തൃശ്ശൂരിൽ പ്രതിഷ്ഠിച്ചത് ഏതാണ്? നമ്മളിവിടെ അടുത്തല്ലേ? അറിയാലേ? കെടാവിളക്കല്ലേ? ആരും തലയാട്ടുന്നില്ല. അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അറിയാലോ? വിളക്കാണ്. പിന്നെ തിരുവനന്തപുരത്ത് പഞ്ചലോഹ പ്രഭയാണ്. അതിൽ എന്താ എഴുതിയത്? അത് എഴുതിയിരിക്കുന്നത് സത്യം, ധർമ്മം, ദയ, ശാന്തി. ഓർമ്മയുണ്ടോ? കേട്ടിട്ടുള്ളതല്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിയേ, നല്ല ചിന്തിച്ചു നോക്കിയേ. സത്യം, ധർമ്മം, ദയ, ശാന്തി. ഇത് എന്താണത്? ഈ വെളിച്ചം, വെളിച്ചം നമ്മുടെ വിളക്കണ്ടില്ലേ? ഈ വിളക്കാകുന്ന അറിവിന്റെ വെളിച്ചത്തിന് പ്രതീകമാണ്.
ആ അറിവിന്റെ വെളിച്ചത്തിലൂടെ നമ്മൾ എതിരെ പോകണം. നമ്മൾ രാത്രിയാണെങ്കിൽ ടോർച്ച് അടിച്ചിട്ട് കുഴിയിലും ഒന്നും വീഴാതെ നോക്കി പോകണം വെളിച്ചം കൊണ്ട്. അതുപോലെ ഈശ്വരനിലേക്കുള്ള വഴി ഈ വെളിച്ചത്തിൽ കാണണം. ഏത് വഴിയെ പോകണം? സത്യത്തിന്റെ വഴിയെ പോകണം, ധർമ്മത്തിന്റെ വഴിയെ പോകണം, ദയയുടെ വഴിയെ പോകണം, ശാന്തിയുടെ വഴിയെ പോകണം. അപ്പൊ എവിടെ എത്തും? ഈശ്വരനെത്തൂലേ? എത്തുമല്ലയോ? നിങ്ങൾ സംശയം ഉണ്ടാവും? സംശയമുണ്ട്. ഞാൻ എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയെ പോയി ഒരാൾ ഈശ്വരന്റെ അടുത്തെത്തിയത് ഞാൻ കാണിച്ചു തരട്ടെ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എല്ലാവർക്കും അറിയാലോ, അറിയില്ലേ? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കുട്ടിക്കാലത്ത്, പേര് തന്നെയാണ്, കുട്ടിക്കാലത്ത് അറിയുന്നത് മോഹൻദാസ് ആണ്. ആ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഒരു സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയില്ലേ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു, എന്റെ ജീവിതത്തെ ഈ നിലയിൽ മാറ്റിമറിച്ചത് 2 പുസ്തകങ്ങളും നാടകങ്ങളുമാണ്. ആ 2 ഒന്നിന്റെ പേര് ശ്രവണ പിതൃഭക്തി എന്നാണ്, മറ്റൊന്നിന്റെ പേര് ഹരിചന്ദ്ര ചരിതമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, ഉണ്ടാവും. അതിന് ആദ്യം പറഞ്ഞ ശ്രവണകുമാരനെ നിങ്ങൾക്കും എനിക്കും അടുത്തറിയാം. അതാണ് പറയുന്നത്. പിടികിട്ടി കാണും. നിങ്ങളതിന് ഉത്തരം ഇങ്ങോട്ട് പറയാത്തോണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞോളാം. അത് ദശരഥ മഹാരാജാവ് എന്ന് പറയുന്നത് നമ്മുടെ രാജാവില്ലേ സാർ? ശരിയല്ലേ? ഇല്ലേ? ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ അച്ഛൻ ഇല്ലേ? ആ ദശരഥ മഹാരാജാവിന് ഒരു അബദ്ധം പറ്റിയത് പാലക്കാട്ടുകാർക്ക് പോലും അറിയാം. ആർക്കാ? എന്താ സംഭവിച്ചത്? സഹോദരന്മാർ എന്താ ചെയ്തത്? ഇല്ലേ? രാത്രി ആകാറായ സമയത്ത് വേട്ടയ്ക്ക് പോയിട്ട് ഇല്ലേ, പുഴയിൽ നിന്ന് കാട്ടരുവിയിൽ നിന്ന് വെള്ളം ആന തുമ്പിക്കൈയിൽ എടുക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് അമ്പയച്ചൊരു മുനികുമാരനെ വധിച്ചത് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഭാഗമായിട്ടില്ലേ അദ്ദേഹത്തിന് ശാപം കിട്ടിയത്, പുത്രദുഃഖത്താൽ മരിക്കേണ്ടി വരുന്നത്. ആ അമ്പയിൽ മരിച്ച കുട്ടിയുടെ പേരാണ് ശ്രവണകുമാരൻ. അത് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും കൂടെ പറയാൻ കുറച്ച് സമയം പാടില്ലല്ലോ. അപ്പൊ അതിന് ആ കുട്ടിയെ കുറിച്ച് ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആ കുട്ടി അന്ധരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിച്ച ത്യാഗം കണ്ടിട്ട് ഇനി എന്റെ ജീവിതകാലം മുഴുവനും മനുഷ്യരെ സേവിക്കാനായിരിക്കും എന്ന് തീരുമാനിച്ചെന്ന അതിൽ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തേത് ഒരു നാടകമാണ്. പോർബന്ദർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, അദ്ദേഹത്തിന്റെ നാടാണ്. ആ പോർബന്ദറിൽ ഒരു ക്ഷേത്രത്തിൽ, നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം നടക്കുന്ന സമയത്ത് 12,000 ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. ഇന്നത്തേത് പോലെ എല്ലാവരും വന്ന് നിലത്ത് പേപ്പർ ഉണ്ടോ അറിയില്ല, പായോ പുല്ലോ ഇലയൊക്കെ വിരിച്ചിട്ട് മണ്ണിനകത്ത് ഇരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ മോഹൻദാസ് എന്ന് പറഞ്ഞ 12 വയസ്സുകാരനും നാടകം കാണാൻ വേണ്ടി വന്നു. ഏറ്റവും മുന്നിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ നാടകം തുടങ്ങുമ്പോൾ ഒരു ബെല്ലടിക്കണം, അങ്ങനെ നാടകം ഉണ്ടാവില്ലേ? അങ്ങനെ ബെല്ലടിച്ചിട്ട് അതിന് അകത്തുനിന്ന് കർത്തൻ ഉയർത്താതെ അനൗൺസ്മെന്റ് തുടങ്ങി. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേര് ഹരിചന്ദ്ര ചരിത. സൂര്യവംശ രാജാവായ ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം ഭരിക്കുകയാണ്. അദ്ദേഹം രാജ്യം ഭരിക്കാൻ തുടങ്ങിയ ശേഷം രാജ്യത്ത് വളരെ വലിയ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഇങ്ങനെ കളിയാടുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഹരിചന്ദ്ര മഹാരാജാവിനെ കുറിച്ച് കീർത്തി പരന്നു. ഹരിചന്ദ്രനെ പോലെ ഹരിചന്ദ്രൻ രാജ്യം പോലെ, ദേവേന്ദ്രനെ പോലെ ദേവേന്ദ്രന്റെ രാജ്യം പോലെ, ദേവലോകം പോലെ ഒന്നും ആരും പറയുന്നില്ല. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി.വി കളത്തിൽ വന്ന് ഔട്ടായതുപോലെ ദേവേന്ദ്രനെ പരിഗണിക്കാതെ വന്നപ്പോ അസൂയയും സങ്കടവും എല്ലാം ചേർന്ന് ദേവേന്ദ്രൻ ആലോചിച്ചു, ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എങ്ങനെയാണ് ഹരിചന്ദ്രനെ കീർത്തി കിട്ടുന്നത് അറിയാമോ? സത്യസന്ധതയിൽ ഉറച്ചു നിന്നിട്ടാണ്. വാക്കു പാലിക്കുന്നതിന് വേണ്ടി ജീവൻ പോയാലും പിന്നോട്ട് പോകാത്ത, സകലതും നഷ്ടപ്പെട്ടാലും സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്ന ഹരിചന്ദ്ര മഹാരാജാവിന്റെ സത്യസന്ധതയും ധർമ്മനിഷ്ഠയുമാണ് കീർത്തി മുഴുവനുള്ളത്. അതുകൊണ്ട് ഹരിചന്ദ്ര മഹാരാജാവിനെ ഏതെങ്കിലും ഒരു പരീക്ഷണം നടത്തിയിട്ട് സത്യം പാലിക്കാൻ പറ്റാതെ തോൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കീർത്തി ഇല്ലാതാക്കിയിട്ട് നമ്മുടെ കീർത്തി ആരും വീണ്ടെടുത്ത് തരും എന്ന് അദ്ദേഹം വിളംബരം പുറപ്പെടുവിക്കും. ദേവേന്ദ്രൻ പലരും വന്നു, പല ഉപായം പറഞ്ഞു, അതൊന്നും പ്രാക്ടിക്കൽ അല്ലാന്ന് കണ്ടു. അവസാനം ഒരാൾ അവിടെ എത്തി. അദ്ദേഹത്തിന്റെ പേര് വിശ്വാമിത്ര മഹർഷി എന്നാണ്. വിശ്വാമിത്ര മഹർഷി വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം നാം സാധിച്ചു തരാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം, അങ്ങനെയാണെങ്കിൽ ഞാൻ പുറപ്പെടുകയാണ്. ഹരിചന്ദ്ര മഹാരാജാവിന് ഒരു പരീക്ഷണം നടത്തി വാക്ക് പാലിക്കാൻ പറ്റാതെ തോൽപ്പിച്ചിട്ട് അങ്ങനെ കീർത്തി ഞാൻ വീണ്ടെടുത്ത് തരുമെന്ന് പറഞ്ഞ് അദ്ദേഹം പുറപ്പെടുകയാണ്. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വരികയാണ്. വരുന്നത് വേഷം മാറിയ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ്. വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ വിശ്വാമിത്ര മഹർഷി അവിടെ എത്തുന്നു. അനൗൺസ്മെന്റ് തീരുന്നു. അടുത്ത ബെല്ലടിക്കുന്നു. കർത്തൻ സാവധാനം ഉയരുന്നു. ആ കർത്തൻ ഇവിടെ രാജസന്നിധിയിൽ അതായിരിക്കുന്നു ഹരിചന്ദ്ര മഹാരാജാവ്. ഹരിചന്ദ്ര മഹാരാജാവ് അവിടെ ഇരിക്കുന്നു. ദ്വാരപാലകൻ വന്നു, അടിയൻ. അപ്പൊ രാജാവ് ആരംഭിക്കും. അങ്ങയെ മുഖം കാണിക്കാൻ ഒരു വൃദ്ധബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. ഓഹോ, അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ. ഈ ഭാഷ മനസ്സിലാവില്ലല്ലേ? കൊട്ടാരത്തിൽ പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, കുട്ടികളായിരുന്നില്ലല്ലോ. അപ്പൊ ആഗതനാക്കു എന്ന് പറഞ്ഞു. അപ്പോഴും എന്ന് പറയണം, അടിയൻ ഉത്തരവ്. വളരെ കൂട്ടിക്കൊണ്ട് വന്നു. മഹാരാജാവിന് പ്രണാമം. മഹാരാജാവിന്റെ അടുത്തേക്ക് ബ്രാഹ്മണൻ വന്നു. അങ്ങ് ഉപവിഷ്ടനായാലും പിടികിട്ടുന്നുണ്ടല്ലേ? അങ്ങ് ഉപവിഷ്ടനാകാൻ വേണ്ടി കസേര ചൂണ്ടി കാണിച്ചോട്ടു. അവിടെ ഇരുന്നു. രാജാവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, ഞാനൊരു സാധു ബ്രാഹ്മണനാണ്, അതുകൊണ്ട്
എന്റെ മകളുടെ വിവാഹത്തിന് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, മകളുടെ വിവാഹത്തിനുള്ള സഹായമാണ് അങ്ങേക്ക് വേണ്ടത് എങ്കിൽ അങ്ങ് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഹരിചന്ദ്ര മഹാരാജ നിസ്സാര കാര്യമല്ലേ. അപ്പൊ ആ ബ്രാഹ്മണൻ ചോദിച്ചു, എന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായും. പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ നാം വാക്ക് പാലിച്ചിരിക്കും. അങ്ങ് ധൈര്യമായി പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എങ്കിൽ അടിയൻ പോകുന്നു, അങ്ങേക്ക് പ്രണാമം. അതേ പോയി കപ്പൽ വീണു. വീണ്ടും കപ്പൽ വീർന്ന് 3 മാസം കഴിഞ്ഞുള്ള അടുത്ത രംഗമാണ്. ആ രംഗത്തിൽ ഇതേപോലെ തന്നെ ദ്വാരപാലകൻ വരുന്നു. അടിയൻ ഉത്തരവൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ ആകനാക്കാൻ പറഞ്ഞു. ഈ ബ്രാഹ്മണൻ പിന്നെ വന്നു. അദ്ദേഹം അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. ഭൂഷണാകാൻ പറഞ്ഞിരുന്നു. രാജാവ് ചോദിച്ചു, അങ്ങ് എന്താണ് വീണ്ടും നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, നമ്മുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങ് തരാമെന്ന് പറഞ്ഞത്. എന്താണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ എന്ന് പറഞ്ഞത്? അത് ചോദിച്ചോളൂ. പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. നാം അപമാനിച്ചിരിക്കും, ധൈര്യമായി ചോദിച്ചോളൂ. അപ്പോൾ ഈ സാധു ബ്രാഹ്മണന്റെ രൂപം മാറി. നേരത്തെ വാമനനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. അങ്ങ് ചാടി എഴുന്നേറ്റു, ഭാവം മാറി. പറഞ്ഞു, എങ്കിൽ അങ്ങയുടെ രാജ്യം മുഴുവൻ ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്കിപ്പോൾ കിട്ടണം. രാജാവ് ഞെട്ടിമറച്ചു. രാജാവ് വേർതിരിക്കുകയാണ്. അപ്പോഴേ ബ്രാഹ്മണന് മനസ്സിലായി ഇയാളത് തരാൻ സാധ്യതയില്ല, മാത്രമല്ല ബോധം പോയി നിൽക്കുക. ഇപ്പൊ തന്നെ സ്ഥലം വിട്ടാല് രാജാവ് വാക്ക് പാലിച്ചില്ല, രാജാവ് തോക്കും. നമ്മുടെ ദേവേന്ദ്രന് വിജയം നേടി കൊടുക്കാം. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, അങ്ങ് തരില്ലല്ലേ? അങ്ങ് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് അങ്ങക്ക് തരാൻ കഴിയില്ലെന്ന്. ശരി, നാം ഇതാ പോകുന്നു. അപ്പോഴേക്കും രാജാവിന് ഓർമ്മ വന്നു തന്റെ കാര്യം. പെട്ടെന്ന് രാജാവ് പറഞ്ഞു, അരുത്, അങ്ങ് പോകരുത്. ഇതാ നാം നമ്മുടെ വാക്ക് പാലിക്കുന്നു. നമ്മുടെ രാജ്യം മുഴുവൻ ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും ഇതാ നാം അങ്ങേക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ബ്രാഹ്മണൻ മെല്ലെ ചിരിച്ചു. എന്താണ് അങ്ങ് ചിരിക്കുന്നത്? അങ്ങേക്ക് അറിയില്ലേ എന്താണ് ഇത്? ഭാരതമാണ്. ഈ ഭാരതത്തിന് ചില ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളൊക്കെ എന്താണ് അങ്ങ് പറയൂ. അങ്ങേക്ക് അറിയോ? അങ്ങ് ചെയ്തത് ദാനമല്ല. അങ്ങ് ദാനം നിർവഹിക്കുന്നതിന് മുമ്പ് ദക്ഷിണ വെക്കണമായിരുന്നു. 2 ഹാരം സ്വർണം, ഇത്രയും വലിയ സമ്പത്ത് ദാനം ചെയ്യുന്നതിന് മുമ്പ് ദക്ഷിണ വെക്കണമായിരുന്നു. മുഴുവൻ അങ്ങേക്ക് തന്നില്ലേ? മുഴുവൻ തന്ന ശേഷം ദക്ഷിണ വെക്കാൻ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് അങ്ങ് നിർവഹിച്ചത് ദാനമല്ല. അങ്ങേക്ക് ദാനം നിർവഹിക്കാൻ കഴിഞ്ഞില്ല, ദക്ഷിണ വെക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഈ 74 ലോകങ്ങൾ പ്രശസ്തി നേടി കെട്ടിപ്പൊക്കിയ അങ്ങയുടെ സകലമായ കീർത്തിയും ഇതാ ഇവിടെ അസ്തമിക്കാൻ കഴിയത്. അങ്ങനെ പറയരുത്. നമുക്ക് 1 മാസത്തെ അവധി തരണം പ്ലീസ്. 1 മാസത്തെ അവധി. അപ്പോൾ 1 മാസത്തെ 1 വർഷത്തെ അവധി കൊടുത്താലും ഇത്രയേറെ സ്വർണം ഉണ്ടാക്കി ദക്ഷിണ കൊടുക്കുവാൻ ഹരിചന്ദ്ര മഹാരാജാവിന് സാധ്യമല്ലെന്നറിയാവുന്ന വൃദ്ധബ്രാഹ്മണൻ പറഞ്ഞു, ശരി, താങ്കൾക്ക് നാം 1 മാസത്തെ അവധി 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ ദക്ഷിണ തന്നിട്ടില്ലെങ്കിൽ അങ്ങയുടെ എല്ലാ കീർത്തിയും അതിൽ അവസാനിച്ചിരിക്കും. നാം സമ്മതിച്ചിരിക്കുന്നു. ആ ബ്രാഹ്മണൻ പോയി. രാജാവ് വേർതിരിച്ച് കൊട്ടാരത്തിന്റെ രാജസന്നിധി അങ്ങോട്ടുകൂടെ നടക്കുകയാണ്. വിവരം അന്തപുരത്തിൽ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ചന്ദ്രമതി ഓടി വരികയാണ്. മഹാരാജൻ, അങ്ങക്ക് എന്ത് പറ്റി? അങ്ങ് എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അവധി അറിഞ്ഞില്ലേ? നമുക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, അതാണ് നമ്മുടെ വിഷമം. അങ്ങ് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. നമുക്കറിയാം അങ്ങക്ക് ജീവനേക്കാളും വലുത്, എന്നെക്കാളും മക്കളെക്കാളും ഒക്കെ വലുത് വാക്ക് പാലിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എങ്കിൽ ഭവതി പറയൂ, ഭവതി ആലോചിക്കൂ. ഭവതിക്ക് എന്തെങ്കിലും ഒരു വഴി പറയാനുണ്ടോ? അവരാലോചിച്ച് പറഞ്ഞു, മഹാരാജൻ, അങ്ങക്ക് എന്തിനേക്കാളും വലുത് സ്വന്തം ജീവനേക്കാളും പോലും വലുത് വാക്കാണ്, സത്യമാണ്, ധർമ്മമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങക്ക് വാക്ക് പാലിക്കാൻ വേണ്ടി നാം ഒരു വഴി പറയും. അത് പാടില്ലെന്ന് തടയരുത്, അത് നിരസിക്കരുത്. അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഭവതി പറയൂ. അവർ പറഞ്ഞു, മഹാരാജൻ, എന്നെയും മകനെയും കൊണ്ടുപോയി വിറ്റിട്ട് ദക്ഷിണ കൊടുക്കണം. അന്ന് മനുഷ്യനെ വിറ്റാൽ അടിമ കച്ചവടമുള്ള കാലമാണ്, പൈസ കിട്ടും. എന്നെയും മകൻ ലോഹിദാസൻ 12കാരനായ കുട്ടിയെ കൊണ്ടുപോയി വിറ്റിട്ട് ആ ദക്ഷിണ കൊടുത്ത് അങ്ങ് വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞു. രാജാവ് ഒരുപാട് ആലോചിച്ചു. സ്നേഹസമ്പന്നനായ പുത്രൻ, പ്രിയങ്കരിയായ ഭാര്യ എങ്ങനെ കൊടുക്കും? പക്ഷേ ജീവനേക്കാളും സമ്പത്തിനേക്കാളും മറ്റെന്തിനേക്കാളും സത്യവും ധർമ്മവുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഹരിചന്ദ്ര മഹാരാജാവ് മനസ്സില്ലാ മനസ്സോടെ ആ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ഭാര്യയും മകനെയും കൂട്ടി നേരെ പോയത് കാശി പട്ടണത്തിലേക്കാണ്. അവിടെ ഇത്തരത്തിൽ കച്ചവടങ്ങൾ നടക്കുന്ന തെരുവിലേക്ക് എത്തിയിട്ട് ആ മഹാരാജൻ വിളിച്ചു പറഞ്ഞതാ, ഈ സ്ത്രീയെയും കുട്ടിയെയും നാം വിൽക്കുകയാണ്. പലരും വന്നു നോക്കി. അവസാനം ഒരു വൃദ്ധബ്രാഹ്മണൻ വന്നിട്ട് ഈ പറയുന്ന ചന്ദ്രമതിയെയും കുട്ടിയെയും വിലയ്ക്ക് വാങ്ങി. ചന്ദ്രമതിയെയും സ്ത്രീയെയും വിലയ്ക്ക് വാങ്ങി. ദക്ഷിണ കൊടുക്കാനുള്ള പൈസ നോക്കുമ്പോൾ തികയില്ല. പക്ഷെ കിട്ടിയത് വിറ്റു. എന്നിട്ട് ഈ ചന്ദ്രമതിയെ എങ്ങോട്ടാ കൊണ്ടുവന്നറിയോ? ചന്ദ്രമതിയെ കൊണ്ടുവന്ന് വിലയ്ക്ക് വാങ്ങി ബ്രാഹ്മണന്റെ വീട്ടിൽ അടുക്കള പണിക്കാണ് തൊഴിലായിട്ട്. ആ സ്ത്രീ നടന്നു പോകുന്നത് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിഞ്ഞിട്ടല്ല, ചാരിതാർത്ഥ്യത്തോടെയാണ്, തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ. ആരാണ് പോകുന്നത് അടുക്കള പണിക്ക്? ഈ 14 ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യത്തിന്റെ പട്ടമഹിഷി. നിരവധി തോഴിമാർ വട്ടത്തിൽ നിന്ന് വെഞ്ചാമരത്തിൽ പനിനീർ മുക്കി വീശി ഉറക്കിയിരുന്ന രാജകീയ സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് ഭാര്യാധർമ്മം നിറവേറ്റാൻ വേണ്ടി അടുക്കള
ഇത്തരത്തിലുള്ള മഹിളകളുടെ മനോഹരങ്ങളായിട്ടുള്ള കഥകൾ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളില്ലാതെ എവിടെ തപ്പിയാലും കിട്ടുക. അങ്ങനെ അവർ സന്തോഷത്തോടെ നടന്നുപോയി. രാജാവ് വീണ്ടും വിളിച്ചു പറഞ്ഞു, എന്നെ വിൽക്കുകയാണ്. അദ്ദേഹത്തെ അയാൾ തന്നെ വിറ്റു. ഒടുവിൽ മറ്റൊരു രാജാവ് വന്നു, ഹരിചന്ദ്രനെ വിലയ്ക്ക് വാങ്ങി. പണം തികഞ്ഞു, ആളയച്ചു വരുത്തി, ദക്ഷിണ കൊടുത്തു, വാക്ക് പാലിച്ചു. പക്ഷെ സർവസ്വം നഷ്ടപ്പെട്ടു. രാജ്യം പോയി, സകലം പോയി, ഭാര്യ പോയി, മകൻ പോയി, സ്വയം അടിമയായി. എന്നിട്ട് ഇദ്ദേഹം പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? അദ്ദേഹം പോയത് ചുടലയ്ക്ക് കാവൽ നിൽക്കാനാണ്. ചുടലയുടെ കാവൽ നിൽക്കാനാണ്. ഈ വാങ്ങിയ രാജാവിന്റെ ഒരു പേരുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന് ആ പേര് പറയാൻ കൊള്ളാത്തന്നെ പറയില്ല. അങ്ങനെ മനസ്സിലായി, എന്തായാലും നിങ്ങൾ പിടികിട്ടി കാണും. അപ്പൊ അങ്ങനെ അന്ന് രാജാക്കന്മാർ കൊണ്ടുവച്ച നീതത്വങ്ങൾ അത് നമ്മൾ സമ്മതിക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ രാജാവിന്റെ ചുടലയിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തിന് ജോലി കൊടുക്കുകയാണ്. ഇതവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ ശവദാഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ട നടപടിയൊക്കെ ശരിയാക്കി കൊടുത്ത് അവിടെ ഒരു 10 പൈസയാണെന്ന എൻട്രൻസ് ഫീസ് എന്ന് വിചാരിച്ചു. അവിടുത്തെ ഫീസ്, ആ ഫീസ് കൃത്യമായിട്ട് എഴുതി വാങ്ങണം. അന്ന് തൊട്ട് കൃത്യമായി സത്യസന്ധമായി അതിന്റെ ഉടമയ്ക്ക് ആ പൈസ കിട്ടി തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്ന് കാവൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അത് തിക്കുറിശി സുകുമാരനായ മനോഹരമായി ഹരിചന്ദ്രൻ എന്നാണ് എനിക്ക് തോന്നുന്ന സിനിമയുടെ പേര്. ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മന്നവനാട്ടെ യാതനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ ഉലകം വെല്ലാറുഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി. മനോഹരമായി അവതരിപ്പിക്കുന്ന, ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന സിനിമ കണ്ടത് എന്റെ മനസ്സിൽ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. തിക്കുറിശി സുകുമാരനാരെ ഇപ്പൊ ഓർക്കുകയുമാണ്, നിങ്ങൾ ഓർക്കുക. അതായത് അതുകൊട്ടെ. അപ്പൊ അങ്ങനെ രാജാവ് പോയിട്ട് ഈ ജോലി തുടങ്ങി. രാജാവ് നിൽക്കുന്ന പോലെ സാംബശിവൻ കഥാപ്രസംഗത്തിൽ പറയുന്ന പോലെ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. വർഷങ്ങളൊക്കെ കടന്നു പോവുകയാണ്. അദ്ദേഹം വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് താടിയും മുടിയും നീണ്ട എല്ലും തോലുമായി കണ്ണുകൾ കുഴിഞ്ഞ് കണ്ടാൽ ആരും തിരിച്ചറിയാത്ത വിധം ആകമാനം മാറിപ്പോയി. ചന്ദ്രമതി വീട്ടിൽ അടുപ്പ് ഊതി കത്തിച്ച് വിറക് പാത്രങ്ങളെല്ലാം കഴുകി ഭക്ഷണം ഉണ്ടാക്കി പണിയെടുത്ത് അവൻ തിളക്കം നഷ്ടപ്പെട്ട് ആരാണെന്ന് അറിയാത്ത വിധത്തിൽ ആകമാനം അവരും മാറിപ്പോയി. പക്ഷേ ഇപ്പോഴും ഹരിചന്ദ്ര മഹാരാജ് ചുടലയിൽ നിൽക്കുമ്പോഴും സത്യസന്ധതയിൽ വാക്കുപാലിച്ചതിൽ ശുഭ്രനക്ഷത്രമായി തിളങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ദേവേന്ദ്രൻ നിർദ്ദേശം കൂടി. ദേവേന്ദ്രൻ ആളായിട്ട് വരുത്തി, ഹലോ വിശ്വാമിത്രമഹർഷി ഇങ്ങോട്ട് വരി, നിങ്ങൾ ഏറ്റ പണി എടുത്തിട്ട് ഇതുവരെ വിജയിച്ചിട്ടില്ലല്ലോ. അയാൾ എപ്പോഴും ചുടലിൽ നിൽക്കുകയാണ് പ്രകാശമാനമായി. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് വീണ്ടും വിശ്വാമിത്ര മഹർഷി ഒരു പരീക്ഷണം കൂടി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ നാടകത്തിന്റെ രംഗം വീണ്ടും തുടരുകയാണ്. അപ്പൊ അടുത്ത പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 5-6 മണിയായപ്പോഴേക്കും ചന്ദ്രമതി മകനെ കൂട്ടി വിറക് പെറുക്കാൻ പോവാണ് പറമ്പിൽ കൂടി. അങ്ങനെ വിറക് പെറുക്കി പോയി കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള കുട്ടിയെ കാണുന്നില്ല. അയ്യോ, എന്റെ കുഞ്ഞിനെ കണ്ടോ, എന്റെ രോഗിയെ കണ്ടോ, എന്റെ കുഞ്ഞിനെ കണ്ടോ? എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എന്റെ കുഞ്ഞെവിടെ? മോനെ രോഗി, എന്റെ കുട്ടിയെവിടെ? എന്റെ മോനെവിടെ? അവരെവിടെയെല്ലാം തെരഞ്ഞു ഓടി പോയി. അയ്യോ, അതാ കിടക്കുന്നത്. ഓടിച്ചു നോക്കി കുറ്റിക്കാട്ടിൽ കുട്ടി കിടക്കാണ്, മരിച്ചു കിടക്കാണ്. പാമ്പ് കടിയേറ്റ് നീല നിറമായി മരിച്ചു കിടക്കുന്ന രംഗം കണ്ട് അമ്മ തകർന്നുപോയി. ഭഗവാനെ, ഇതെന്തൊരു വിധിയാണ്! ഈ കുഞ്ഞിനെ പോലും നീ എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ട് ഈശ്വര. ഒരുപാട് നേരം ആ ജടവും എടുത്ത് മടി വെച്ച അമ്മ കഴിഞ്ഞു. പിന്നെ ഒരുവിധം എഴുന്നേറ്റ് ആ കുട്ടീനെ എടുത്ത് നടന്ന് വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെത്തിയിട്ട് ആ ബ്രാഹ്മണോട് പറഞ്ഞു, എന്റെ കുഞ്ഞ് മരിച്ചുപോയോ? അതിന് നാമെന്ത് വേണം? ഈ കുഞ്ഞിനെ ചുടലിൽ കൊണ്ടുപോയി ദഹിപ്പിക്കണം, അതിനൊരു 10 വയസ്സോടെ കെട്ടിവെക്കണം. അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ ഇവിടെ പണം ഏൽപ്പിച്ചില്ല, ഇറങ്ങി പോയി ആട്ടി പുറത്താക്കി. അങ്ങനെ നിവൃത്തിയില്ലാതെ അമ്മ കുഞ്ഞിനെ നടന്നു. ചുടലയുടെ മുന്നിൽ ചെന്ന് കാവൽക്കാരനോട് അനുവാദം ചോദിച്ചാൽ 10 പൈസ കൊടുക്കണം. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ പിന്നിലൂടെ ചെന്ന് ചുടലയുടെ ബാക്കിൽ കൂടി കടന്ന് കുട്ടീനെ കിടത്തിയിട്ട് പഴയ കത്തുന്ന ചിതയിൽ നിന്ന് തീക്കോളികൾ എടുത്ത് ചിതയെടുക്കുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് കാവൽക്കാരൻ ചോദിച്ചു, ആരെ? എന്റെ അനുവാദമില്ലാതെ ഇവിടെ പ്രവേശിച്ചത് ആരാണ്? അവർ കെട്ടിവിറച്ച് കൈകൾ കൂപ്പി കടന്നു എന്ന് പറഞ്ഞു, ഞാനൊരു അബലയായ സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അത് നിങ്ങളെന്തിനാണ് ചുടലയിൽ പ്രവേശിച്ചത്? എന്റെ കുഞ്ഞ് മരിച്ചുപോയി, എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ വന്നതാണ്. ഓഹോ, നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ നമ്മുടെ അനുവാദം വാങ്ങണ്ടേ? ഇവിടെ ഫീസ് കെട്ടിവെക്കണ്ടേ? എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്, നിവൃത്തിയില്ലാത്തൊരു അമ്മയാണ് ഞാൻ, എന്നെ അനുവദിക്കണം. സാധ്യമല്ല, ഇവിടെ ഈ പണം കെട്ടിവെക്കാൻ നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ നാം അനുവദിക്കില്ല. അങ്ങനെയല്ല, ഒരു നിവൃത്തിയില്ലാത്തൊരു അമ്മയാണ് ഞാൻ, ഒരു മാർഗവുമില്ല, അങ്ങ് അനുവദിച്ചേ മതിയാകൂ. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ?
നിങ്ങളുടെ കയ്യിൽ പണമില്ല, നിങ്ങൾ സാധുവാണ് എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ അനുവദിക്കില്ല. കാരണം ഇന്ന് 10 സപ്താഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ 9 ഞാൻ പറയണം, 1 ഞാൻ ഒളിച്ചു വെക്കണം. കള്ളം പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് സാക്ഷ്യം പിടിച്ചു നിൽക്കുന്ന കാവലിക്കാരന് മുമ്പിൽ ആ അമ്മ പൊട്ടിത്തകർന്നുപോയി. അവർ കരഞ്ഞപേക്ഷിച്ചു, എൻ ജീവിതാശയുടെ അന്തിമവായു വീശി കത്തിച്ചതാണ് ചിതയൻ മകനെ ചുടാനായി രക്ഷിക്കണം. കരുണ ചെയ്തൊരു വസ്തു അങ്ങേ കൽപ്പിക്കുവാൻ നിങ്ങളുടെ കഴിയില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസമുതി കത്തിച്ചതാണ് ചിത. എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അങ്ങ് അനുവദിച്ചേ മതിയാകൂ എന്ന് കൈകൾ കൂപ്പി കണ്ണുനീര് വാർത്ത് കരഞ്ഞപേക്ഷിച്ച് നിൽക്കുകയാണ് മാതാവ്. ആ കാവൽക്കാരൻ വളരെ സങ്കടത്തോടെ ദയനീയമായി അവരെ സൂക്ഷിച്ചു നോക്കി. എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഇങ്ങോട്ട് അടിച്ചു തന്നോളൂ. എന്താണ് എന്റെ താലിയോ? ആരാണ്? എന്തേ നിങ്ങളുടെ താലി ചോദിക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, വേവലാതിപ്പെടുന്നത്? കാരണമുണ്ട്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും എന്റെ താലി കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? നീ ചന്ദ്രമതിയാണോ? അതെ, ഞാൻ നിന്റെ ഹരിചന്ദ്രനല്ലേ. അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. സന്തോഷാശ്രമം ഒഴിച്ച് ആലിംഗനബദ്ധരായി നിൽക്കുകയാണ്. ഈ 7-14 ലോകവും നഷ്ടപ്പെട്ടപ്പോഴും, ഈ 7-14 ലോകം പ്രശസ്തി നേടിയ രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടപ്പോഴും, ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യയും സ്നേഹസമ്പന്നനായ പുത്രനെയും നഷ്ടപ്പെട്ടപ്പോഴും, ഏറ്റവും കൂടുതൽ ഏറ്റവും സാധുവായ ഒരു അമ്മയുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ 10 പൈസയ്ക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ സത്യസന്ധതയിൽ ഉറച്ചു നിന്ന് ഹരിചന്ദ്ര മഹാരാജാവിന്റെ സത്യനിഷ്ഠയ്ക്ക് മുമ്പിൽ സകല പരീക്ഷണങ്ങളും അമ്പേ പരാജയപ്പെട്ടു. ആ സ്റ്റേജിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ മകന് പുനർജന്മം നൽകി, രാജ്യവും സകല സ്വത്തുക്കളും തിരിച്ചു നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹരിചന്ദ്ര, നിന്റെ നാമം ആനന്ദതാരം നിലനിൽക്കും. ഈ പ്രപഞ്ചം ഉയർത്തോളം കാലം ഹരിചന്ദ്ര മഹാരാജാവിന് ആരും മറക്കില്ലെന്ന് അനുഗ്രഹം കൊടുത്ത് ദൈവം അങ്ങനെ മറന്നു പോകുന്നു. അങ്ങനെ ആ നാടകം അവിടെ തീരുകയാണ്. അങ്ങനെ 2000-ഓളം ആളുകൾ കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ കണ്ടിരുന്ന ഭക്തജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് നിരവധി തവണ ചൂട് കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. അതേസമയം ഞാൻ നേരത്തെ ഒരു കുട്ടീനെ അവിടെ ഇരുത്തിയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 12കാരൻ. ആ 12കാരന്റെ കണ്ണുകളിൽ നിന്ന് അതേപോലെ തന്നെ പലതവണ കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. മാത്രമല്ല സംഭവിച്ചത്, ആ 2.5 മണിക്കൂർ നേരത്തിനിടയിൽ ആ കുട്ടി ഒരു തീരുമാനമെടുത്തു, ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കള്ളം പറയില്ല, സത്യവും ധർമ്മവും വിട്ട് ഇനി എനിക്കൊരു ജീവിതമില്ലെന്ന് ആ ക്ഷേത്രമുറ്റത്ത് 2.5 മണിക്കൂർ നിന്ന് ഹരിചന്ദ്രൻ നാടകം കണ്ടതിനിടയിൽ എടുത്ത തീരുമാനം 1948 ജനുവരി 30 അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ കൈപ്പിടിയിൽ നിന്ന് ചോർന്നു പോകാതെ സൂക്ഷിച്ചപ്പോ നമ്മുടെയൊക്കെ വീട്ടിലെ സാധാരണക്കാരായ 12 വയസ്സുകാരനായ കുട്ടിയെ പോലെ ഓടി നടന്ന മനുഷ്യക്കുട്ടി വളർന്ന് പന്തലിച്ച് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മഹാത്മാവായി മാറിയോ ഇല്ലയോ? നിങ്ങൾ പറയും, മാറിയോ? ഞാൻ പറഞ്ഞു വന്നത് എന്താ ഓർമ്മയുണ്ടോ? സത്യത്തിന്റെ വഴിയെ പോയാൽ, ധർമ്മത്തിന്റെ വഴിയെ പോയാൽ ഈശ്വരന്റെ പാദത്തിലെത്തുന്ന. ഇനി തർക്കമുള്ളവരെന്നേക്ക് കാണട്ടെ. പറഞ്ഞു തന്ന ഗുരുവാ, ഗുരു പറഞ്ഞ സത്യമല്ലേ, ശരിയല്ലേ? അപ്പൊ മാത്രമല്ല അതിനകത്ത് വേറൊന്നും ഓർക്കണം, ഇതേപോലുള്ള മനോഹരങ്ങളായ മനുഷ്യനെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന വൃദ്ധസദനങ്ങൾ അന്വേഷിച്ചു പോകാത്ത മക്കളെ വേണമെങ്കിൽ എന്ത് ചെയ്യണം മനസ്സിലായോ? നമ്മുടെ ബാലജന യോഗങ്ങളിൽ ഗുരുദേവൻ പറഞ്ഞു തന്ന പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് മനസ്സിലായോ? ഒരു ഗൗരവത്തിരിക്കേണ്ട വല്ല കാര്യം സത്യല്ലേ? ഇത് ഗുരു പറഞ്ഞ കാര്യമാണ്, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഗുരുദേവൻ പറഞ്ഞ അതാണ്, സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയെ പോയാൽ ദൈവത്തിലെത്ത. അതിന് ഗുരു കാണിച്ചെന്ന് പറഞ്ഞ എന്താണ്? വിളക്ക് കടാവിളക്ക് എടുത്തിട്ട് പിന്നിൽ എഴുതി തന്നു, നിങ്ങൾ പോകണം ദൈവത്തിലേക്ക്. എങ്ങനെ പോകണം? സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, ദയയുടെ, ശാന്തിയുടെ. ഇതിനേക്കാൾ വലിയൊരു മഹാഗുരു വേറെ ഉണ്ടോ? ആ ഗുരു അല്ലേ നമ്മുടെ ഗുരു? ആ ഗുരു അല്ലെ? നമിക്കുവിൻ സഹജരേ നിയതമീ ഗുരുവാദം, നമുക്കിതിൽ പരം ദൈവം നിലയ്ക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ജപിക്കുമോ കുലത്തിന്? ഗുരുഭക്തിയില്ലാതാക്കും കുശലമാമോ? അങ്ങനെയാണ് ഞാനൊരു ഓർത്ത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ ഇപ്പൊ ചേർക്കാൻ തോന്നുക. ഏതറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എല്ലാവരെയും ഓർമ്മിക്കണം. അപ്പൊ ഇതുകൂടെ ഓർക്കണ്ടേ? എന്തായിരുന്നു ഒരു ചെറിയ പോയിന്റ് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞതാണ്, ഈ ഗുരുവര്യനെ നമ്മൾ ഓർക്കണം. എന്താ ഗുരു ചെയ്തു തന്നത്? ഈ ദൈവത്തിലേക്കുള്ള വഴി പ്രത്യേകമായി പറഞ്ഞു തന്നു, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പറയാൻ പറയാം, ഇങ്ങനെയുള്ള ലോകത്തിൽ ആർക്കും കിട്ടാത്ത
ഭഗവാൻ ശരീരനായി സശരീരനായി ഇരിക്കുമ്പോൾ തന്നെ ഈശ്വരാവതാരമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ തലശ്ശേരിയിൽ ഒന്നാം തരം പഞ്ചലോക പ്രതിഷ്ഠ വരെ വെച്ച് വിഗ്രഹം വെച്ച് ഗുരുവിന്റെ മുന്നിൽ തന്നെ ആരാധിക്കുന്ന നിലയിലേക്ക് വന്ന മറ്റാർക്കും കൃഷ്ണ ഭഗവാന് പോലും അവസരം ഉണ്ടായിട്ടില്ല. ബുദ്ധ ഭഗവാനൊക്കെ ആരാധിക്കുന്ന അവർക്ക് ശേഷമാണ്. മനസ്സിലായോ? ക്രിസ്തുദേവൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നും അല്ലാതെ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെ ഗുരുദേവനെ പറ്റി കീർത്തനങ്ങൾ എഴുതി, പ്രാർത്ഥനകൾ എഴുതി, നമ്മുടെ കോദാനന്ദ സ്വാമികളും അതുപോലെ തന്നെ കുമാരനാശാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം എഴുതി തന്ന് പ്രാർത്ഥിച്ച് ദൈവമാണെന്ന് നമ്മുടെ പൂർവികർ അധികാരമൊന്നും ആയിട്ടില്ല കേട്ടോ. 171 ജയന്തിയല്ലേ കഴിഞ്ഞത് അല്ലേ? അത്രേ ആയിട്ടുള്ളൂ. ആ ഭഗവാന്റെ ശിഷ്യഗണങ്ങളായി ആ ഭഗവാന്റെ പരമ്പരയിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വന്നു പറഞ്ഞതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഉണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളത് പറഞ്ഞേ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഏത് മനുഷ്യർക്കാണോ? ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഓർക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവത്തിലേക്ക് വഴിയായി പറഞ്ഞത്. സമയം കൂടെ നോക്കട്ടെ. എത്ര മണിക്ക് ഞാൻ ഉദ്ദേശിച്ചു? പറയണോട്ടെ, ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നറിയോ? ആദ്യം ഗുരുദേവൻ, ഞാനൊരു സീക്വൻസിലാണ് പറയുന്നത്. ആദ്യം ഗുരുദേവൻ നമുക്ക് കാണിച്ചു ദൈവം എവിടെ ഇരിക്കുന്നത്. കണ്ടായിരുന്നോ? ഇതം ശരീരം കൗന്ദയ ക്ഷേത്രവിദ്യ വിദ്യത്തെ അല്ലേ? ദേഹോ ദേവാലയ ആരാവുന്നത്? കൃഷ്ണ ഭഗവാൻ. അതിനല്ലേ പറഞ്ഞത് എവിടെ ഇരിക്കുന്നത്? ഇതം ശരീരം കൗന്ദയ ക്ഷേത്രവിദ്യ വിദ്യത്തെ. ശരിയല്ലേ? അല്ലെങ്കിൽ എന്താണ്? അഹം ആത്മാ ഗൂഢാകേശ സർവഭൂതാശയസ്ഥിത. അതൊക്കെ അറിയാലോ. അഹം ആത്മാ ഗൂഢാകേശ. നാം ആരാണ്? കൃഷ്ണ ഭഗവാൻ. അതാണ് ഭഗവാൻ ആരാണ്? പരബ്രഹ്മ സ്വരൂപനാണ്. അതിനത് സ്വരൂപം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ചിലപ്പോ അങ്ങനെ ചിന്തിക്കാത്ത അറിയാത്ത വാക്കല്ല കേട്ടോ, ചിന്തിച്ചാൽ കിട്ടും. ഒന്നുമില്ലാതൊക്കെ പരബ്രഹ്മ സ്വരൂപൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹനുമാൻ സ്വാമിയോട് സീതാദേവി പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പരമാത്മ സ്വരൂപനാണ്, അല്ലെ പരബ്രഹ്മ സ്വരൂപനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഇട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നെ പെട്ടെന്ന് ഉദാഹരണം പറയാം. നമ്മുടെ ഈ വാർഷികം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നാടകം നടക്കുമെന്ന് വിചാരിക്കാം. ആ നാടകത്തിന്റെ അകത്ത് ആരായിട്ടാണ് ഒരു വേഷം കിട്ടാറ്? നല്ലൊരു വേഷമായിട്ട് ശ്രീരാമന്റെ ആയിക്കോട്ടെ, ശ്രീരാമചന്ദ്രനായിട്ടൊരു വേഷം കുട്ടി അവതരിപ്പിച്ചു. ഈ അവതരിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കുട്ടി മേക്കപ്പ് എല്ലാം അഴിച്ചിട്ട് അപ്പുറത്ത് നല്ല ജീൻസും ഷർട്ടിട്ട് നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ സ്വരൂപം ഏതാ? ഈ ശ്രീരാമനാണോ അപ്പുറത്ത് നിൽക്കുന്നോ? ഒറിജിനൽ രൂപം മനസ്സിലായോ? അപ്പൊ ശ്രീരാമന്റെ ഒറിജിനൽ എന്താ? പരബ്രഹ്മമാണ്. ഭഗവാൻ പരബ്രഹ്മ സ്വരൂപനാണ് എന്ന് പറയുന്ന പോലെ അത് പരമാത്മ സ്വരൂപനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയാം, മറന്നു എത്ര പറഞ്ഞാൽ അതെങ്കിലും ഓർത്തിരിക്കണം. ഒരുപാട് പറയുന്നതിനേക്കാളും അതെനിക്ക് തോന്നുന്നത് ആദ്യം ഗുരു കാണിച്ചു തന്ന ദൈവം എവിടെയുണ്ടെന്ന്. എല്ലായിടത്തും ഉണ്ട് അല്ലെ? സകലഭൂതങ്ങളും ആത്മാവിനെ സകലഭൂതത്തിലും കാണുന്നു. അതൊക്കെ ഉണ്ട്. അണോരടിയാൻ മകരോമഹിയാൻ ആത്മാഗുഹായാം നിഹിതോസിജെന്ന് ഏറ്റവും ചെറിയ അണുക്കൾ തൊട്ട് സൂര്യചന്ദ്രാദി ഗോളങ്ങൾ ഉൾപ്പെടെ സകലത്തിലും ഈശ്വരൻ ആത്മാവായി പരിരസിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഗുരു അതെല്ലാം എവിടെ കാണിച്ചു തന്നു? നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. കണ്ണാടിയിൽ ഓങ്കാര പ്രതിഷ്ഠ പിടികിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോയത്? ആ ഓങ്കാര പ്രതിഷ്ഠയിലുള്ള നമ്മുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടുപിടിക്കാൻ എങ്ങനെ പോകണം? ഒരു ടോർച്ച് വന്നു. ഏത് ടോർച്ച? സത്യം, ധർമ്മം, ദയ, ശാന്തിയുടെ വെളിച്ചം കാണിക്കുന്നത്. പിടികിട്ടിയോ? അപ്പോഴാണ് ഒരാൾ പോയി കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു തന്നത്. ഹരിചന്ദ്രൻ ആ വഴിക്ക് പോയി മൂപ്പര് കണ്ടു. നിങ്ങൾ പോയാലും ഞാൻ പോയാലും കിട്ടൂലേ? ഓക്കെ, അവിടെ നമ്മൾ എത്തിക്കാം. പിന്നെ എന്താ പറയാ, ഈ ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ നേടാമെന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞ ചോദ്യം. അടുത്തത് ഗുരു പ്രാക്ടിക്കലായി ചെയ്തത് അതൊരു അത്ഭുതമാണ്. അടുത്ത എവിടെയെന്നറിയോ? നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ അടുത്ത് എത്തേണ്ടത് എന്ന് വഴി കാണിച്ചത്. ഈ വെളിച്ചം തന്നു, അതെങ്ങനെ പോകണം, പോകേണ്ട വഴി എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് 912 ശിവഗിരിയിൽ ഗുരുദേവൻ ശാരദ മഠം, ക്ഷേത്രമല്ലല്ലോ, ശിവഗിരിയിലെ ശാരദ ക്ഷേത്രമാണ്, മഠമാണ്. മഠമാണ്, ക്ഷേത്രമല്ല. അത് ഉണ്ടാക്കുന്നത് അതിന്റെ ആകൃതി ഇല്ലുണ്ട്, അതിലേക്കൊന്നും പോകാൻ നേരമില്ല. അപ്പൊ ആ മഠത്തിൽ ഗുരുദേവൻ നേരിട്ട് കാണിച്ചിരുന്നു നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഈശ്വരനെ പ്രാപിക്കാതെ നിങ്ങൾക്ക് എനിക്ക് സാധിക്കും. നമ്മൾ ആ വഴി പോകണം. അത് അവിടെ ഉണ്ട്. ശാരദാംബയുടെ അനുഗ്രഹത്തിനും കുഴൽ വെള്ളത്തിൽ കുളിക്കാനാണ് അത് നമുക്കവിടെ ശിവഗിരി തീർത്ഥാടനം തന്നെ ആദ്യം ഗുരു പറയുന്നത്. അപ്പൊ അതിൽ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിക്കോ. ശാരദാദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവർക്കും അറിയാലോ. ഈശ്വരകാര്യങ്ങളിൽ പാലക്കാട്ടുകാർ മുന്നിലാണ്. അതിനെന്തിനാണ് വിശദീകരിക്കുന്നത്? എന്നാലും എന്താണ്? സരസ്വതി ദേവി, കാളി ദേവി, ലക്ഷ്മി ദേവി. ഇവിടെ കിട്ടിയ 3 ദേവതകൾ. ലക്ഷ്മി ദേവി, കാളി ദേവി, സരസ്വതി ദേവി. ഈ 3 മൂർത്തികളും ഒന്നായി സമന്വയിച്ചിട്ടുള്ള ഒരു മൂർത്തി സങ്കല്പമാണ് ആര്? നമ്മുടെ ശാരദാദേവി. ഈ ശാരദാദേവി സകല കലകളുടെയും അറിവിന്റെയും അധിപതിയാണ്. വിദ്യാദേവത തന്നെയാണ്. സരസ്വതി ദേവിയെ പോലെ തന്നെ. മനസ്സിലായോ? ഒക്കെ അല്ലാതെ ആ സരസ്വതി ദേവിയെ ഭഗവാൻ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ആ ദേവി എവിടെ ഇരിക്കുന്നറിയോ? എവിടെ ഇരിക്കുന്നറിയോ? എവിടെയാ ദേവി ഇരിക്കുന്നത്? വെള്ളത്താമരയിലാണ്. അറിയാതെ വിചാരിക്കുന്നത്. നിങ്ങളെ ബൈക്കുള്ളവർ കേൾക്കുന്നില്ലേ? നമ്മുടെ ശാരദാദേവി എവിടെ ഇരിക്കുന്നത്? വെള്ളത്താമരയിലാണ്. സരസ്വതിയോ അങ്ങനെ തന്നെ.
അത് വലിയൊരു കാര്യമാണ്. ഗുരു പഠിപ്പിച്ചു തരികയാണ്, ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. അതാണെങ്കിൽ വെറുതെ എല്ലാ പ്രതിഷ്ഠകളും ദേവീദേവന്മാരുടെ രൂപങ്ങളും ഒക്കെ അങ്ങനെ ആയത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, സരസ്വതി ദേവിയുടെ കയ്യിൽ ഒരു വീണയുണ്ട്, അറിയാലോ അല്ലെ? ദേവിന്റെ അടയാളം. ആ വീണയുടെ പേര് ഓർമ്മയുണ്ടോ? കച്ചബി എന്നാണ്. എന്താ കച്ചബി? ആമ എന്നാണ് അർത്ഥം, പെണ്ണാമ എന്നാണ് അർത്ഥം. അപ്പൊ ദേവി എന്തിനാണ് ആമയുടെ പേരുള്ള വീണ കൈപിടിച്ചിരിക്കുന്നത്? അറിവിന്റെ ദേവതയാണ്. സന്ദേശം എന്താ അറിയാമോ? അറിവ് നേടുന്ന നിങ്ങൾ കാള പറ്റുമെന്ന് കേട്ട് കാലെടുക്കരുതെന്ന്. ആമയുടെ സ്വഭാവം, ആമയ്ക്ക് പ്രത്യേകത അറിയോ? എന്തോ ആമയുടെ പ്രത്യേകത? വേണ്ടപ്പോൾ തല പുറത്തിടാനും വേണ്ടാത്തപ്പോൾ തന്നെ അകത്തേക്ക് വലിക്കാനും കഴിവുണ്ട്. അപ്പൊ വേണ്ടതിലും വേണ്ടാത്തതിൽ നിന്ന് തലയിടരുന്ന് ആര് പറഞ്ഞിരുന്നു? ശരിയോ തെറ്റോ? ഈ കൂട്ടത്തിൽ ആരോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തോ വേണ്ടാത്തൊരു ചെന്ന് ചാടി അവസാനം കേസിൽ പ്രതിയാകുന്ന സംശയം അപ്പൊ അയാൾ പിന്നെ പറയാണ് മാണ്ടിയില്ലായിരുന്നു. കോഴിക്കോട് ഭാഷയിൽ പറയും മാണ്ടിയില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ദേവി എന്താ പഠിപ്പിക്കുക? അത് വലിയ കാര്യമല്ലേ, നിസ്സാര കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയി, പിന്നെ വേണ്ട അങ്ങനെ പറ്റാറില്ലേ? അപ്പൊ പലവട്ടം ആലോചിച്ച് പൂർണ്ണ ബുദ്ധിയോടെ മാത്രമേ പറയാവൂ, പ്രവർത്തിക്കാവൂ. പിടി കിട്ടിയോ? ദേവി പഠിപ്പിക്കുന്ന അതിനാ വീണ വെറുതെ അല്ലട്ടോ. അവർ ദേവി കാട്ടിയിരിക്കുന്ന അരയന്നത്തിനുണ്ട്, മയിലുണ്ട്, എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ശാരദാദേവിയെ കുറിച്ചാണ്. ശാരദാദേവി ഇരിക്കുന്നത് സരസ്വതി ദേവി ഇരിക്കുമ്പോൾ തന്നെ വെള്ളത്താമരയില്ല. വെള്ളത്താമരയുടെ മറ്റൊരു പേരാണ് പുണ്ടരീകം. എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അറിയാമോ? വെറുതെ അല്ല, ഒന്നും വെറുതെ അല്ല. ഒന്നും ആലോചിക്കേ, താമര എവിടെ വളരുന്നത്? ചെടിയിലാണ്. പക്ഷെ താമരപ്പൂവോളം പരിശുദ്ധിയുള്ള പൂ വേറെ ഉണ്ടോ? താമരപ്പൂവിനോളം പരിശുദ്ധിയുള്ള പൂ വേറെ ഉണ്ടോ? അപ്പോൾ ഈശ്വരൻ അഥവാ ദേവി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എവിടെയാ? ഏറ്റവും പരിശുദ്ധിയുള്ള സ്ഥലത്തല്ലേ? അതാണ് അത് രസം. പരിശുദ്ധിയുള്ള, അതായത് നല്ല നിർമ്മലമായ പരിശുദ്ധമായ പുണ്ടരീകത്തിലെ ദേവി ഇരിക്കും. അതാ ഈശ്വരൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പരിശുദ്ധി വേണം വേണ്ടായി, മനസ്സിലായി? പിന്നൊന്ന്, ഈ ദേവി അല്ലെങ്കിൽ സരസ്വതി ദേവി അല്ലെങ്കിൽ നമ്മുടെ ശാരദാ ദേവിക്ക് നമ്മളെ പോലെ ഒരു മനുഷ്യരൂപമാണല്ലോ. ആ ദേവിക്ക് ഇരിക്കാൻ മാത്രം ബലം അഥവാ ശക്തി ഈ താമര ഇതളുകൾക്കുണ്ടോ? ബലം അഥവാ ശക്തി ഈ താമര ഇതളുകൾക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടേ പറയും ഇല്ല. അപ്പൊ അതിന്റെ സന്ദേശം എന്താ നിങ്ങൾ ഊഹിക്കാവോ? ഇതിങ്ങനെ ചിന്തിക്കാനാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗുരുദേവങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. വായിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞത് യുക്തിപൂർവ്വം ചിന്തിച്ച് മനനം ചെയ്ത് സത്യം കണ്ടുപിടിക്കണം. എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ സമയം തന്നാൽ നിങ്ങൾ പലരും പറയും, പക്ഷെ ഞാൻ സമയം തരില്ല. എന്താണ് അർത്ഥം? അതെന്ന് പറഞ്ഞാൽ ദേവിക്ക് വെയിറ്റ് ഇല്ല എന്നല്ലേ സുഹൃത്തുക്കളെ? അതിന്റെ അർത്ഥം അതല്ലേ? പിടികിട്ടിയോ? ഒരു താമര ഇതളിന് പോലും താങ്ങാൻ കഴിയുന്ന അത്രമാത്രം വെയിറ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ. മനുഷ്യന്റെ ഭാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയോ? തലക്കനം എന്ന് ചെല്ലു പറയും. അരിതെറ്റിതാർ കുംഭങ്ങച്ചം ഒരു നാളെന്നല്ല, തന്റെ ഇഷ്ടം കേടുണ്ടാവും. മനസ്സിലായോ? പിടികിട്ടിയോ? അത് ദൈവത്തിന് ഇഷ്ടമാണല്ലോ. അല്ല, എളിമയുള്ളിടത്തെ, വിനയമുള്ളിടത്തെ, അനുകമ്പയുള്ളിടത്തെ ദൈവം ഉണ്ടാവും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് പറയാണ്, നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന പുണ്ടരീകത്തിൽ, പുണ്ടരീകം മനസ്സിലായോ? നമ്മുടെ ഹൃദയമാകുന്ന പരിശുദ്ധി നിറഞ്ഞ എളിമയുമുള്ള പുണ്ടരീകത്തിലാണ് ദൈവം ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ ഈശ്വരൻ ഉണ്ടാവണം. എന്ത് വേണം? അഹങ്കാരം പറ്റൂലട്ടോ. പിന്നെ എന്ത് വേണം? ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. അതാണ് ഏറ്റവും നല്ല ഭക്തന്റെ നിർവചനം. എന്താണ്? ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. പിടിയോ? എന്താണ് നമ്മുടെ ചിന്തയും വാക്കും? അതുപോലെ പിന്നെ എന്തായിരുന്നു? കർമ്മം. ഞാൻ ചോദിക്കട്ടെ, ഒന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു? പറയുന്നു. ഇത് മൂന്നല്ലേ നമ്മൾ ചെയ്യാറുള്ളത് ഒരാളെ ബാധിക്കുന്നത്. ഇത് മൂന്ന് എങ്ങനെയായിരിക്കണം? പരിശുദ്ധമായിരിക്കണം. ശരിയാണോ? ശരിയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വിശദീകരിക്കാൻ ഒരു സമയമില്ല. നമ്മളുടെ വാക്ക് മോശമാണെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞാൽ അറിയാലോ, മോശമായി ചിന്തിച്ചാൽ അറിയാലോ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി പറഞ്ഞ് ഈ വിഷയം ചുരുക്കാം. അതായത്, ഞാൻ എപ്പോഴാണ് ചീത്ത വാക്ക് പറയുന്നത്, ഞാൻ എപ്പോഴാണ് ചീത്ത ചിന്തിക്കുന്നത്, ഞാൻ എപ്പോഴാണ് ചീത്ത പ്രവർത്തിക്കുന്നത്? എന്റെ മനസ്സ് ചീത്തയായാലാണ്. റൈറ്റ്? സമ്മതിച്ചോ? ചീത്തയായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചീത്ത പറയൂ, ചീത്ത ചിന്തിക്കൂ, ചീത്ത പ്രവർത്തിക്കൂ. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ലതേ പറയൂ, നല്ലതേ ചിന്തിക്കൂ, നല്ലതേ പ്രവർത്തിക്കൂ. സമ്മതിച്ചോ? അങ്ങനെയാണ് എവിടെയാണ് ശുദ്ധമാകേണ്ടത്? ഈ പറഞ്ഞ കൊണ്ടിരിക്കും. മനസ്സ് ശുദ്ധമാക്കണം. നമ്മുടെ പിന്നെ എന്താണ് യുഗങ്ങളില്ലേ? യുഗങ്ങൾ എത്ര യുഗങ്ങളുണ്ട്? യുഗങ്ങൾ എത്രയുണ്ട്? 4 ആണോ? ആദ്യത്തെ യുഗം ഏതാണ്? കൃതയുഗം. അറിയോ? മറന്നുപോയോ? എല്ലാവർക്കും അറിയുന്ന കൃതയുഗം അഥവാ സത്യയുഗം. സത്യയുഗത്തിൽ 4 അവതാരങ്ങളാണ് ഭഗവാൻ വിഷ്ണുവിന്റെ. ഏതൊക്കെ അറിയോ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഓക്കെ ആണോ? പെട്ടെന്ന് മനസ്സിലായില്ലേ? പിന്നെ ത്രേതായുഗം 3 ആണ്, 3 അവതാരങ്ങൾ. പിന്നെ ഏതാണ്? വാമനൻ. പിന്നെ ഒരു മഴുകൊണ്ട് രാമനായിരുന്നു. ഏത് രാമനായിരുന്നു? പരശുരാമൻ. പിന്നെ ഒരു രാമൻ ഉണ്ടായിരുന്നല്ലോ. ത്രേതായുഗത്തിൽ 3. പിന്നെ ദ്വാപരയുഗം 2. അതില്
ഒരാള് ആരാണെന്ന് അറിയാം, ബലരാമൻ. വേറൊരാളെന്താ അറിയോ? ഇതാ മനസ്സിലായോ? പിന്നെ ഇപ്പൊ ഒരാൾ വരാണ്ടി കാത്തിരിക്കുന്നത് സൂക്ഷിച്ചോളൂ, കലിയുഗത്തിൽ. അപ്പൊ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ കലിയുഗമാകുമ്പോഴേക്കും മനുഷ്യന്റെ മനസ്സിൽ അത് ആദ്യം മുതൽ തന്നെ ഈ ദേവന്മാരും അസുരന്മാരും ഉണ്ട്. അത് ആദ്യം പറയുന്നത് ആദ്യത്തെ യുഗത്തിൽ ദേവന്മാരും അസുരന്മാരും രണ്ട് എന്താ പറയാ ഗ്രഹങ്ങളിലാണ്, അതായത് സ്വർഗവും നരകവും. രണ്ടാമത്തെ ത്രേതായുഗത്തിൽ രണ്ട് രാജ്യത്താണ്, അയോധ്യയിലും ലങ്കയിലും. പിടിയിലും അയോധ്യയിൽ ദേവന്മാര്, ലങ്കയിൽ അസുരന്മാര്. വീട് കൂട്ടി പറയുന്നതും വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ദ്വാപര യുഗത്തിൽ അത് രണ്ട് കുടുംബത്തിലാണ്, പാണ്ഡവ കുടുംബം, കൗരവ കുടുംബം. ഒക്കെ ആണല്ലോ, പെട്ടെന്ന് പിടികിട്ടിയില്ലേ? പിന്നെ പറയുന്നതാണ് നിർത്തി പറയുന്നത്. ഇപ്പോൾ കലിയുഗത്തിൽ നമ്മുടെ ഭാഗവതത്തിന്റെ 12ാം സ്കന്ധത്തിൽ പറയുന്നു, ഓരോ മനുഷ്യരുടെയും ഉള്ളിലാണ് ഈ പറയുന്ന ദേവനും അസുരനും ഉള്ളത്. ശരിയാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എല്ലാവരും ദേവന്മാരാണ്. നല്ല കൊടുത്തെങ്കിൽ കുറിയിൽ തൊട്ട് പ്രാർത്ഥിച്ച് ചായ കുടിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ ആരാണ്? സത്യം പറയണം, ദേവന്മാരാണ്. രാത്രി 12 ആകുമ്പോൾ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാലോ ചിലര് അസുരന്മാരായിരിക്കുന്നതാണ്. ഈ കഞ്ഞി ഇത്ര ഉപ്പൊഴിക്കുന്നത് എത്ര പെട്ടെന്ന് നിന്നോട് പറഞ്ഞതാണ്. കണ്ടിട്ടുണ്ടോ? സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, ഭാഗവതം പറയുന്നതാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സെന്തായി മാറി? ഈ പറഞ്ഞ പുണ്ടരീകമാകുമോ? ഈ പരിസ്ഥിതിണ്ടാവോ? അത് എന്താ പറയാ, അതിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ മനസ്സ് എന്താണ്? തരിപ്പ് അറിയോ? തരിപ്പ അറിയോ? അറിയില്ല. എന്താ തരിപ്പ? നിങ്ങൾ അതെന്നെയാണോ പറയുന്നത്? തരിപ്പാന്ന് പറയും. ഏതാ അരി? ഞാൻ ഇതാ കാണിച്ചു തരാം. അരി പഠിച്ചതിലിട്ടു. അരിപ്പയാ? എന്റെ നാട്ടിൽ ഞാൻ അരിപ്പയെന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഞാനിപ്പോ താമസിക്കുന്ന നാട്ടിൽ അവർ പറയുന്നത് തരിപ്പാണ്. അപ്പൊ അരിപ്പയാണ്. അരി പഠിച്ചിട്ട് കണ്ടോ? ഇനി അത് ഉപയോഗിക്കട്ടെ. ഇനി ഇതിൽ എന്താ ബാക്കി വന്നത്? അരിപ്പൊടി മുഴുവൻ പോയില്ലേ? നല്ലതൊക്കെ പോയി, വേണ്ടാത്ത ചെളിയും കല്ലും എല്ലാം കൂടി ഇതാ കിടക്കുന്നു. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണ് കലിയുഗത്തിൽ. ശരിയാണോ തെറ്റാണോ? സംശയമുണ്ടോ? തൊട്ടടുത്ത ജില്ലയിലാ 16കാരൻ ഇന്നലെ ഒരു കുട്ടീനെ കൊണ്ടേ പോകുന്നത്. എല്ലാ ചീത്ത സ്വഭാവക്കാരുടെ ഉള്ളിലായില്ലേ? അപ്പൊ ഭാഗവതം പറഞ്ഞ തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ മനുഷ്യന് ഗുരുദേവൻ പറഞ്ഞു തരുന്നു, ഈ മനസ്സ് ശുദ്ധമാക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കിട്ടുള്ളൂ എന്നാണ് ശാരദാദേവി പ്രതിഷ്ഠയോട് പറഞ്ഞത്. അതിന് ബാക്കി പൂർത്തിയാക്കാനുള്ള സമയത്തിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ തീരിലാണ്, നമുക്ക് സംഘടനയെ കുറിച്ച് എസ്എൻഡിപിയെ കുറിച്ചും കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മീറ്റിംഗ് പൂർണ്ണമാകില്ല എന്നുള്ളതുകൊണ്ട് ചുരുക്കാണ്, വേറെ പറയാം. അതുകൊണ്ട് ഈ നമ്മുടെ ശാരദാദേവിക്ക് 4 കൈകളുണ്ട്. ഒരു കൈയിൽ ഗ്രന്ഥം, മറ്റൊരു കൈയിൽ എന്താണ് ചിന്മുദ്ര, അറിയാലോ? ചിന്മുദ്ര. പിന്നെ ഒരു കൈയിൽ ഒരു എന്താണ് അമൃത കുംഭം, നിധികുംഭം അല്ല, അമൃത കുംഭം. പിന്നെ ഒരു കൈയിൽ സുഖം അഥവാ കിളി. ഇത് ഞാൻ സ്പീഡ് കൂട്ടി പറയും. അതായത് ഗ്രന്ഥം വായിച്ചാൽ എന്താ കിട്ടുക? ഗ്രന്ഥം വായിച്ചാൽ അറിവ് കിട്ടിയാൽ എന്താവും? നമ്മൾ ഈ പറഞ്ഞ മനസ്സ് ശുദ്ധമാവും. സംശയം ഉണ്ടോ? ഏതറിവാ കിട്ടേണ്ടത്? 1ാം ലോക മഹായുദ്ധത്തിൽ എത്ര പേർക്ക് ഒന്നുമല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടായി എന്നല്ല. ഈശ്വരനെ കുറിച്ചുള്ള അറിവ് വേണം. ഈശ്വരനെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കിയാൽ മനുഷ്യൻ നന്നാവുന്നുള്ളതിന് ഒരു ഉദാഹരണം അതിവേഗം പറയാം. എനിക്ക് പരിചയമുള്ള ഒരാളുടെ പേര് രത്നാകരൻ എന്നാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടാവാൻ സാധ്യതയുണ്ട്. പാലക്കാട്ടുകാരനല്ല. അദ്ദേഹത്തിന്റെ പൂർവാശ്രമമാണ്. പിന്നീട് അദ്ദേഹം വാൽമീകി എന്നാണ് അറിയപ്പെട്ടത്. അപ്പം അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് അറിയാലോ? വിശദീകരണം വേണ്ട. അപ്പൊ ഈ പറയുന്ന രത്നാകരൻ എല്ലാവരുടെയും പിടിച്ചെടുത്ത് തിന്നായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം സപ്തർഷികൾ ആ വഴി വരുന്നത്. സപ്തർഷികൾ അദ്ദേഹത്തെ അവരെ കണ്ടിട്ട് ഇങ്ങനെ പോയി പിടിച്ചു തടഞ്ഞു, എടുക്കാൻ പറഞ്ഞു. പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ്, നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞ അവസാനം സന്യാസിമാർ ചോദിച്ചു, നീ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം ആരനുഭവിക്കും? അപ്പൊ പറഞ്ഞു അങ്ങനെ സംഗതിയോ? പാപോ? നീ എല്ലാവരെയും ഇങ്ങനെ പിടിച്ചു പറിച്ചു അടിച്ചു പോകുന്നൊക്കെ തിന്നുന്നില്ലേ? അപ്പൊ എന്താണ്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നതേ. അങ്ങനെ എനിക്ക് കുറെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ലേശം കിട്ടുന്നത്. എന്നാ അവര് ഏറ്റെടുത്തൊന്ന് പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. അറിയാതെ വിശദീകരിക്കുന്നില്ല, നീട്ടി പറയാലോ. അത് ഓടി പോയിട്ട് സുരേഷ് ഗോപി പോയവരെ തിരിച്ചു വന്നു. എങ്ങനെ? ഇതാ വന്നു. എന്നിട്ട് പറഞ്ഞു ഭാര്യ മക്കൾ സ്വീകരിക്കൂല, അവർ തിന്നാൻ കൂടും, പാപം പങ്കിടില്ല. പറഞ്ഞു എന്റെ കാര്യം പോക്ക, എന്റെ സ്വാമിമാരെ ഞാൻ എന്താ ചെയ്യുക? എന്നെ രക്ഷിക്കണം, ഞാൻ എത്ര വലിയ പാപമായി. ദുരിതാൻ പറഞ്ഞ പോലെ പരം പരിതാപം ഏകിടുന്നോ എരി നരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു എന്ന് എനിക്ക് മനസ്സിലായി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഈശ്വര സന്നിധിയിൽ അഭയം തേടുക, ഈശ്വരന്റെ പാദത്തിൽ ശരണം പ്രാപിക്കുക. അതേ പറഞ്ഞു. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പ്രാർത്ഥിച്ചോളാം. അതെന്താ സംഭവം? പ്രാർത്ഥന. അങ്ങനെ ഒരു തത്വം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പല്ലുതേക്കാറില്ല, കുടിക്കാറില്ല, നാം പഠിക്കാറില്ല. എനിക്ക് പറയാൻ പോലും എനിക്ക് ആകെ അറിയുന്നത് കൊല്ലുക മര. അതേ നിനക്കറിയുള്ളൂ. എന്നാ അത് പറഞ്ഞോളാം പറഞ്ഞു. വേഗത്തിൽ പറഞ്ഞോളാം പറഞ്ഞു. മര അങ്ങനെ ചൊല്ലിക്കോളൂ, ഈശ്വരന്റെ
രക്ഷിക്കുന്നു. പിന്നെ അവൻ മഹാപാപം ചെയ്തിട്ട് കൊടിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് വലിയ ദുരന്തം ഉണ്ടാകുന്നത് കൊണ്ട് അങ്ങേറ്റം ഉത്കടമായ ആ വലിയ ചിന്തയോടുകൂടി ഒറ്റ എന്താ പറയാ ഏകാഗ്രമായ ചിന്തയിൽ മറ്റൊന്നും അറിയാം, ഇടിവെട്ടി മഴ പെയ്തറിഞ്ഞില്ല, കൊടുക്കാറ്റടുത്ത് അറിഞ്ഞില്ല, ഭൂമി കുഴിഞ്ഞതറിഞ്ഞില്ല, ഒന്നും അറിയാതെ അങ്ങേറ്റം ഉത്കടമായ ഏകാന്തതയിൽ നിന്നും അങ്ങനെ രാമരാമ രാമ രാമ രാമൻ ചൊല്ലി ആയിരങ്ങൾ കടന്നുപോയി, മണ്ണ് മൂടിപ്പോയി. അവർ തിരിച്ചു വന്നു. ഈ സപ്തർഷിമാർ ആ മണ്ണ് പൊട്ടിച്ച് പുറത്തിറക്കിയപ്പോൾ അദ്ദേഹം സകല ജ്ഞാനം നേടിയ വാത്മീകി മഹർഷിയായി. ആ വാത്മീകി മഹർഷി ഞാനൊന്ന് തമസാ നദിയുടെ തീരത്ത് കൊണ്ട് നിർത്തിയാൽ ഇത് തീരും, കൊണ്ട് നിർത്തട്ടെ. അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. ആ സമയത്ത് ആ മരത്തിലേക്ക്, അവിടെ മരമില്ല എവിടെയാണ്, ആ മരത്തിനോട് രണ്ട് പക്ഷികൾ ഇത് വർത്താൻ പറയുന്ന ശ്രദ്ധിക്കുകയും ക്രൗഞ്ച ഇതിലങ്ങൾ അവർ രണ്ടുപേരും വർത്താൻ പറയുമ്പോൾ ഒരു വേടൻ വരുന്നു. അറിയുന്ന കഥയാണ്, സ്പീഡ് കുട്ടിയാവുണ്ടാവും. ആ വേടൻ വന്നിട്ട് അതിലൊന്നിനെ അമ്പെയ്ത് താഴെ കിട്ടും. ആ പക്ഷികളിലൊന്ന് അമ്പേറ്റിട്ട് പ്രാണവേദനയിൽ പിടഞ്ഞ് കരഞ്ഞ് നിലത്ത് കിടന്ന് പിടയുന്നത് കണ്ടിട്ട് ആ മഹർഷിക്ക് സഹിച്ചില്ല. അപ്പോ അതിൽ കൂടാതെ ഇണപ്പക്ഷി വട്ടമിട്ട് കരഞ്ഞു പറക്കുകയാണ്. ആ രണ്ട് പക്ഷികളുടെയും ദയനീയമായ രംഗം കണ്ടിട്ട് ആ മഹർഷി പ്രാർത്ഥന എടുത്ത് ചാടി എഴുതിട്ട് അവനെ ശപിച്ചു. മാ നിഷാദ പ്രതിഷ്ഠാന്ത മകമത് ശാശ്വതി സമാഹ ഏറ്റവും ജമിതുനാവേഗ അവതീഹി കാമമോഹിതം ഒറ്റ ശാപാണ്. ഇത് നിങ്ങൾ ആലോചിക്കണം. ഈ പക്ഷിയെ അമ്പെയ്തിട്ടത് പണ്ട് രത്നാകരന്റെ കാലത്താണെങ്കിലോ, ഇതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. രത്നാകരനാണ് പുഴയെ നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് വേടൻ വന്ന് ഒരെണ്ണത്തിന് അമ്പെയ്തിട്ടാൽ എന്ത് സംഭവിക്കുമായിരുന്നു നിങ്ങൾ പറയും? അല്ലെ ഞാൻ പറയാം, പെട്ടെന്ന് പറയണോ അതിനെ വിടരുത്, അതിനെ പിടിക്കണം, ശരിയാണോ? അതിനെയും കൂടി അമ്പെയ്തിടാൻ പറയും. പിന്നെ എന്ത് പറയും? ഞാൻ പറഞ്ഞിട്ടാണ് അതിന് നീ അമ്പെയ്തിട്ടത്, ഒരെണ്ണം എനിക്കുണ്ടാകും, അപ്പൊ ഞാൻ തരൂലാന്ന് പറയും. എന്റേതാണ് അമ്പമില്ല, നിങ്ങൾക്ക് തന്നെ അവരെ അടിക്കണം. മനസ്സിലായോ? എന്നാൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ സപ്തർഷികൾ ഈശ്വരജ്ഞാനം പകർന്നു നൽകിയ, ഞാൻ പറഞ്ഞ അറിവ് നൽകിയാൽ ഒന്നാമെന്ന് പറഞ്ഞിട്ട് ഈ കഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ശരിയായ അറിവ് പകർന്നു നൽകി ആത്മജ്ഞാനം കിട്ടിയ വാത്മീകിയായ ആ മനുഷ്യന്, ആ മഹാമഹർഷിക്ക് പക്ഷികളുടെ ആ വേദന അനുഭവിക്കുന്ന രംഗം പോലും സഹിക്കാൻ കഴിയാത്ത വിധം അനുകമ്പയുടെ ആൾരൂപമായി മാറിയോ ഇല്ലയോ? മാറിയോ? അങ്ങനെയാണ് രാമായണം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനിയും തർക്കമില്ലാതെ സമ്മതിക്കും. ഈ പറഞ്ഞ പുണ്യഗ്രന്ഥങ്ങളിലൂടെ ശരിയായ അറിവ് മനുഷ്യന് പകർന്നാൽ ഉള്ളിൽ കിടക്കുന്ന ദേവൻ പുറത്തു വരും, അസുരൻ ഫലം വരും. ശരിയോ? സമ്മതിച്ചോ? ഗുരുദേവൻ പറയുന്നു ഇങ്ങനെ പോകാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയും, ഇത് ഈ എന്താ പറയാ ചിന്മുദ്രയിൽ ഇത് പ്രതിദാനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പരബ്രഹ്മത്തെയാണ്, ഇത് ജീവാത്മാവിനെയും. അതുപോലെ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിവ് നേടിയാൽ നമ്മുടെ അഹങ്കാരം വളഞ്ഞ് പരബ്രഹ്മത്തിന്റെ ചോട്ടിൽ അഭയം പ്രാപിക്കുന്നതാണ് സത്യത്തിൽ ഒരു ചിന്തം. ഇത് മനസ്സിലായോ? അതാണ് ദേവിയുടെ കൈകളുള്ളത്. അപ്പൊ നമ്മൾ അറിവ് നേടി, അധ്യാത്മജ്ഞാനം നേടി, പുണ്ഡരീകത്തിലുള്ള പല പരിശുദ്ധിയുള്ള മനസ്സിൽ ലളിതമായ ചിന്തയോടുകൂടി അറിവ് നേടി നേരെ പോയിട്ട് വിനയാന്വിതനായി പ്രാർത്ഥിച്ചാൽ ദേവിയുടെ കയ്യിലിരിക്കുന്ന അമൃത കുംഭത്തിൽ നിന്ന് നമുക്കൊക്കെ തരും. ആ അമൃതം എന്ന് പറയുന്നത് അനുഗ്രഹമാകുന്ന അമൃതമാണ്. അനുഗ്രഹം കിട്ടിയാൽ എന്താ കിട്ടുക? നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ അവസാനം മോക്ഷവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പഠിപ്പിക്കാൻ കൂടിയാണ് ഭഗവാൻ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ നന്നാവാൻ വേണ്ടിയിട്ടാണ്, സമൂഹം ലോകം നന്നാവാനാണ്. പിന്നെ ഒരു പക്ഷി കൂടിയുണ്ട് ആ ദേവിയുടെ കയ്യിൽ, സുഖം. ഇങ്ങനെയാണ് ദൈവത്തിലേക്ക് എത്തേണ്ടത് എന്ന് നാട്ടുകാർക്ക് ചൊല്ലിക്കൊടുക്കാനാണ് ഗുരുദേവൻ ആ ദേവിയുടെ കയ്യിൽ ഒരു സുഖം അഥവാ കിളിയെ അഥവാ തത്തയെ വെച്ചിരിക്കുന്നത്. ഇത്ര മനസ്സിലായോ? ഓക്കെയാണ്. അപ്പൊ ഇന്നു മുതൽ നമ്മുടെ ശാഖയിലുള്ള ആളുകൾ നേരത്തെ എത്ര നല്ല ഭക്തരാണോ ഒരു പടി കൂടി വിശുദ്ധിയുള്ള നന്മ നിറഞ്ഞ അസൂയയില്ലാത്ത നല്ല ഭക്തരായി മാറുമെന്ന് ഉറപ്പ് തരാമെങ്കിൽ അടുത്ത വിഷയം പറയാം. നേരിടണമെന്ന് പറയാം. സമ്മതിക്കാം? ആ പുറകിരിക്കുന്നത് സമ്മതിക്കില്ല കേട്ടോ. ഞങ്ങൾ പഴയതുപോലെ പോകുന്നു. ഓക്കെ. അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു അറിയിപ്പ് കൂടെ ഞാൻ എന്റെ മനസ്സിലുള്ളത് തന്നെയാണ്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താന്ന് ഞാൻ പറയാം. അതായത് അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്കെല്ലാം പറഞ്ഞു തന്നല്ലോ, ദൈവത്തെ കാണിച്ചു തന്നു. പിന്നെ ഗുരു നൽകിയ പ്രവർത്തനങ്ങൾ മുഴുവൻ പറയുന്നില്ല. ഗുരു എങ്ങനെയാണ് സാധിച്ചത് വേണ്ടിയിട്ടില്ലേ? അറിവ് തന്നിട്ടാണ്. അറിവ് പകർന്നു തന്നു, നമുക്ക് തിരിച്ചറിവുണ്ടായി. ശരിയാണോ? അല്ലെ? അപ്പോഴാണ് നമ്മൾ ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ മനസ്സിലാവും. ഗുരുദേവൻ ഇങ്ങനെ അറിവ് എങ്ങനെയൊക്കെ തന്നു പറയാം. ഗുരുവിന്റെ അറിവ്, ഗുരു എങ്ങനെയൊക്കെ അറിവ് തന്നൊന്നും ആലോചിച്ച്. ഇതൊക്കെ നിങ്ങളും കൂടെ ആലോചിക്കാം. ഒന്ന്, ഗുരുവിന്റെ വാക്കുകളല്ലേ, തിരുവരുളല്ലേ? അല്ലേ? ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മനുഷ്യന്റെ വേഷം ഭാഷ മുതലായ എങ്ങനെയിരുന്നാലും ജാതി ഒന്നായത് കൊണ്ട് പന്തിഭോജനവും വിവാഹവും കഴിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അല്ലേ? പിന്നെന്താണ്? താലികെട്ട്, മുടികുടി തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കണം. ഓക്കെയാണോ? വാക്കുകളിലൂടെ മനുഷ്യന് അറിവ് തന്നു. പിന്നെ കൃതികൾ അറിയാമോ? കൃതികൾ ഞാൻ പറയണോ? വേണ്ടല്ലേ? ജാതി ലക്ഷണം, ജാതി നിർണയം, അനുകമ്പാദശകം ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് സത്യസന്ധമായ വിവരം പറഞ്ഞു തന്നു, അത് വിശദീകരിക്കുന്നില്ല. പിന്നെ വേറൊന്ന് അറിയാമോ? ഗുരുവിന്റെ
ആണ്. പിന്നെ ഒന്നേതാണ് ഗുരുവിന്റെ കർമ്മങ്ങളാണ്, പ്രവൃത്തി. അതിന് ഒറ്റ ഉദാഹരണം പറയാം. ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചില്ലേ? എന്താണ്? അറിവും ശുദ്ധിയുമുള്ള ഏതൊരാൾക്കും പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാം, അതിൽ ജാതി ബാധകമല്ലാന്ന് പഠിച്ചോ? മനുഷ്യരെല്ലാം പഠിച്ചില്ല, അതിനെ വിശദീകരിക്കുന്നില്ല. അതിൽ പ്രധാനമായിട്ട് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, ശിഷ്യന്മാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നാം എന്നും കൈകൂപ്പി കാണേണ്ട ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യന്റെ ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് 16-ാം തീയതി ആയിരുന്നു പിന്നെ അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് പല്ലരയാറ്റിലെ റെഡീമർ വാട്ടർകടത്തിൽ ദേഹവിയോഗത്താൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അതായത് മനസ്സിലായോ? മഹാകവി കുമാരനാശാൻ. ശരിയല്ലേ? മഹാകവി കുമാരനാശാൻ, ഞാനീ പറഞ്ഞ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ സമൂഹത്തിന് നൽകിയ അറിവുകൾ അത്രയും. അന്ന് മൊബൈലില്ല, പത്രങ്ങൾ വായിക്കുന്ന ആളുകളില്ല, അക്ഷരം കുറവാണ്, ഈ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും മലയാളികളുടെ മുഴുവൻ മനസ്സിലും ഗുരുദേവ ദർശനങ്ങൾ എത്തിച്ചു നൽകിയ കവിയുടെ പേരെന്താ? കുമാരനാശാന. അതിൽ ഒറ്റ ഉദാഹരണം പറയാം, ചണ്ടാല പിശുകി. ഒറ്റ ഉദാഹരണം ചണ്ടാല പിശുകി. എന്താണ്? ഈ പാലക്കാടൻ കാലാവസ്ഥ പോലെ കഠിനമായ വേനലിൽ ദാഹിച്ചു വലഞ്ഞു വരുന്ന അയാള് ബുദ്ധഭിക്ഷു ആനന്ദൻ. അത് ബുദ്ധഭിക്ഷു ആയ കാരണം ബുദ്ധമതത്തിന്റെ യാതൊരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ബുദ്ധഭിക്ഷു വരികയാണ്. അപ്പോഴാണ് ഇതാ അവിടെ നിന്നിട്ട് മാതങ്കി വെള്ളം വരുന്നുണ്ടോ? അവിടെ നിങ്ങൾ കണ്ടില്ല? മാതങ്കി വെള്ളം ഇങ്ങനെ പാളയിൽ പോരാണ്. ഓ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചറിയാം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനോ കൊടുതണ്ണീരിതാശുനീ. അല്ലേ? ആശുനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത്ര ആഹാണ്ട്. അപ്പോഴാണ് സന്യാസി പറഞ്ഞു കേട്ട പെൺകുട്ടി തിരിഞ്ഞു നോക്കി. കുട്ടി ഞെട്ടിപ്പോയി. അല്ലെന്നു കഥ ഇത് കഷ്ടമേ നല്ലതാരെന്നു ജാതിയും അറിഞ്ഞിതോ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമനായകൻ തന്റെ കിടത്തിനാൽ. അങ്ങ് എന്താണ് ദാഹം കൂടിപ്പോയെന്ന് വിചാരിച്ച് ജാതി മറന്നുപോയോ? വെള്ളം തന്നാൽ എന്റെ ഗതി എന്താകും എന്ന് ആലോചിച്ചോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ശിക്ഷാപദം പോലുള്ള വലിയ ശിക്ഷ കിട്ടും. അതുപോലെ സന്യാസിക്ക് കിട്ടും ശിക്ഷ. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ പെൺകുട്ടി പേടിച്ച് ചോദിക്കുന്നത്, ദാഹം കൂടി പോയി എന്നത് കൊണ്ട് അങ്ങ് ജാതി മറന്നു പോയോ എന്ന് ചോദിക്കുകയാണ്. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാവും ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിന് പുറത്തെങ്ങ് വസിക്കുന്ന ചാമനായകൻ തന്റെ കിടാത്തിനാൻ. അപ്പൊ സന്യാസി ശാന്തനായിട്ട് പറയാണ്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീ, ചോദിക്കുന്നു നീർ നാവോ വരണ്ടോ. എന്റെ കുട്ടി, ഞാൻ ജാതി ചോദിച്ചോ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ജാതി എന്നൊക്കെ പറയുന്നത് കെട്ടിച്ചാണ്ടത് അങ്ങനെ ഇങ്ങോട്ടെ എല്ലാ മനുഷ്യനും തുല്യനാണ്. കുട്ടി കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. അതെല്ലാം കേട്ട് മനസ്സിലാക്കിയ, നേരത്തെ പറഞ്ഞ ആത്മജ്ഞാനം തന്നെയാണ്. അത് കേട്ട് മനസ്സിലാക്കിയ കുട്ടി എന്ത് ചെയ്തു? പിന്നെ തക്കം പറഞ്ഞില്ല ഓമനാൾ അല്ലെ കല്യാണവൾ കല്ലല്ലിരുമ്പല്ല. ആ വെള്ളം പാളയിൽ ഒഴിച്ചു കൊടുത്തു. സന്യാസി കൈകൊമ്പിടിൽ വാങ്ങി കുടിച്ച് ദാഹം ശമിപ്പിച്ച് നടന്നവർക്ക് പോയി. അപ്പൊ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന കവി സച്ചിദാനന്ദന്റെ ഒരു കമന്റ് ഉണ്ട്. ആ പാളയുടെ ഒഴുകിയത് സപ്തസാഗരവും ഒരുമിച്ചാണ്. 7 മഹാസമുദ്രങ്ങളിലെയും വെള്ളം ഒരുമിച്ചൊഴുകിയാൽ ഉണ്ടാകാവുന്ന സുനാമിയേക്കാളും വലിയ സുനാമിയായി കേരളക്കരയിൽ അലയടിച്ചു. അങ്ങനെ ചായപ്പൂഴികളിലും വഴി നടക്കുന്നിടത്തും എല്ലാം ചർച്ചയായി കുമാരനാശാന്റെ കൃതി. അങ്ങനെ ഒരു സന്യാസിക്ക് വെള്ളം താണയാതി കൊടുക്കാമോ? കൊടുത്താൽ എന്താണോ? കൊടുത്താൽ എന്താ കുഴപ്പം? മനുഷ്യർക്ക് ഒറ്റ ജാതിയുള്ളൂ. അങ്ങനെയാണോ ഇങ്ങനെയാണോ? അവസാനം എവിടെ എത്തി? കൺക്ലൂഷൻ. മലയാളികൾ മുഴുവൻ ഒരു കൺക്ലൂഷൻ എത്തി. ഭഗവാൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനാണ്. ശരിയല്ലേ? അതുപോലെ മലബാറിനെ നിവൃത്തമാക്കിക്കൊണ്ട് എഴുതിയിട്ടില്ലായിരുന്നു ദുരവസ്ഥ. ആ ദുരവസ്ഥയിലുണ്ട്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുള്ള സാവിത്രി അന്തർജനം ചെന്ന് അഭയം പ്രാപിച്ചത് പുലയന്റെ കുടിലില, ചാത്തമ്പുലയന്റെ കുടിലിൽ. അത്ഭുതമാണ്. ഗുരുദേവൻ ഇങ്ങനെ കഥാപാത്രങ്ങൾ നായകന്മാരും നായകിയുമാക്കിയത് ആരെയും നിങ്ങൾ ചിന്തിച്ചോ? അന്ന് മനുഷ്യന്റെ മുന്നിൽ കണ്ണിൽ പെട്ടാൽ ശിക്ഷ കിട്ടുന്ന ജാതിയാക്കി തരം താഴ്ത്തിയിരുന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് ഗുരുദേവൻ നായികയും നായകനുമാക്കിയെന്ന് ആലോചിക്കണം. ആരും ചെയ്യാത്ത കാര്യം. സോറി, ഗുരുദേവനല്ല, കുമാരനാശാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നേരത്തെ മാതങ്കി ഏത് വിഭാഗം? കണ്ണിൽ കണ്ടാലും കുഴപ്പമുള്ളത് ആണ് അവരെ നായികയാക്കിയത്. അതുപോലെ ചാത്തമ്പുരയുടെ കുടിലിൽ ഓടിക്കയറിയതാരാ? സാവിത്രി അന്തർജനം. അവിടെ നിന്നു ചാത്തമ്പുരം ഒറ്റയ്ക്ക. ആ പുലയൻ അവിടെ ആ പുറത്ത് കിടന്നു.
സാവിത്രി അകത്ത് കിടക്കും. ഈ പുലേനെ പേടിച്ചാണ് കിടക്കുന്നത്. പക്ഷെ പുലേൻ ദിവസവും പോയി ഭക്ഷണം കൊണ്ടു കൊടുക്കും, ഭംഗിയായി നോക്കി. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ സാവിത്രി എന്താ മനസ്സിലായി, എന്റെ സമുദായം ഉൾപ്പെടെ ഏത് മനുഷ്യനും വെച്ച് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത് ചാത്തമ്പുരേനെയാണ്, അതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാൽ കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി പെൺകുട്ടിയെ ചാത്തമ്പുരേനെ കൊണ്ട് കെട്ടിച്ച മഹാവിപ്ലവകാരിയായ ആ മഹാകവി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മാനസപുത്രനാണ്. ആ പരമ്പരയിലെ ഭാഗ്യം ചെയ്ത മനുഷ്യരാണ് പാലക്കാട്ടുകാരെ നമ്മൾ. എത്ര മനോഹരമാണ്. അങ്ങനെയുള്ള ഗുരുദേവൻ നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവന്റെ ആ വലിയ പ്രവർത്തനത്തിലൂടെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വസ്ത്രം ധരിക്കാനും കുട നടക്കാനും പേരിടാനും ക്ഷേത്രത്തിൽ കയറാനും ഒരു അവകാശമില്ലാതെ ഇന്ന് നമ്മൾ അന്തസ്സായിട്ടിരിക്കുന്നു, സ്വന്തമായി കോളേജൊക്കെ ഉള്ള ആളുകളായിരിക്കുന്നു. അപ്പോൾ നമ്മൾ മറക്കാമോ? നമ്മൾ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യം ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടതും ഇടപെടേണ്ടതും സഹായിക്കേണ്ടതുമായ സംഘടനയുടെ SNDP യോഗമല്ലേ? ഇത് മറക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ 1ാം സ്ഥാനം ആർക്ക് കൊടുക്കണം? SNDP യോഗത്തിന് കൊടുക്കണം. കാരണം അത്രയേറെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ എത്തുമായിരുന്നില്ല, നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ 3ാം കിടക്കാരായി മൃഗതുല്യരായി. മൃഗത്തിനും പറ്റില്ല. മൃഗം പട്ടിയും പൂച്ചയൊക്കെ റോഡിൽ കൂടെ നടക്കും, നമ്പൂതിരിമാരടക്കം വീട്ടിൽ കയറുമെന്ന് വിവേകാനന്ദ കണ്ടിട്ട് ഭ്രാന്തന്മാരാന്ന് വിളിച്ചത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് ആ ഭഗവാനല്ലാതെ നമുക്ക് ആരെ രക്ഷകൻ? കണ്ട ദൈവമല്ലേ അല്ലെ? നമുക്കൊരു സഹചര്യ നിയതമേ ഗുരുപാദം അതുകൊണ്ടല്ലേ എഴുതുന്നത് അല്ലെ? ജയനാരായണ ജയ ഭഗവാനെ എന്ന് കുറിച്ചിട്ടുണ്ട് സഹോദരയ്യപ്പൻ. അങ്ങനെ എല്ലാം കൂടി പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗുരുദേവനാണ്. അപ്പം അതാണ് ഇപ്പൊ നമ്മുടെ ഈ ഇന്ന് പ്രസക്തമായ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അത് കുമാരനാശാന്റെ കാര്യമാണ്. കുമാരനാശാനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് നീണ്ടുപോകും. ആ കുമാരനാശാൻ പട്ടുമുളയ്ക്ക് നോക്കിയിട്ടുണ്ടോ? വേശ്യരാജന്മാരും വന്നപ്പോ ജോർജ് അഞ്ചാമന്റെ അംഗീകാരത്തിന് വേണ്ടി എല്ലാവരും വിളിച്ചിട്ട് കവികളെ വിളിച്ചിട്ട് കവിതാരചന മത്സരം ഓൺ ദ സ്പോട്ട് നടക്കുകയാണ്. ഈ കുമാരനാശൻ അറിഞ്ഞത് വൈകിയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ കയറ്റിവിടാൻ ബുദ്ധിമുട്ട് കേറി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിൽ പോയ പോലെയാണ്. അവസാനം എഴുതാൻ അവസരം കൊടുത്തത് 8 കാലിയാണ്. കേട്ടിട്ടുള്ളത് എഴുതാൻ പറ്റാത്ത വിഷയം മാത്രമല്ല, ആലപ്പുഴ ഭാഗത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട അന്നത്തെ സ്ത്രീകൾ അമ്മമാർക്കൊക്കെ ഉള്ള ജോലി നമ്മുടെ തേങ്ങയിലെ ചകിരിയാണ് തൊണ്ടാണ്. രണ്ടു പറയില്ലേ? ചകിരി അത് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അടിച്ച് പരത്തി നൂലെടുത്തിട്ട് നെയ്ത് 8 കാലിയുടെ പണിയെടുത്തിട്ടാണ് ചവിട്ടിയും കയറും ഉണ്ടാക്കുന്നത്. അതിന് നമ്മളെ അവിടെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് 8 കാലി. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ സംഘാടകർ തന്ന വിഷയം കുമാരനാശാന് മാത്രം കൊടുത്തത് 8 കാലിയാണ്. പക്ഷെ ആശാനൻ എന്ന് പറഞ്ഞ ആരാ? വല്ലഭൻ പുല്ലുമായത്. പേപ്പർ എടുത്തു, പെൻസിലെടുത്തു, ഒരു വെട്ടിക്കെടുത്തു, തോട്ടത്തിൽ 8 കാലി. എന്നിട്ട് എഴുതി തളുത്തുലഞ്ഞു നിന്നിടും തരുക്ക തന്റെ ശാഖയിൽ കൊടുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും. കേട്ടിട്ടുള്ള കവിത തോട്ടത്തിലിട്ട് കാര്യ നോക്കിയാൽ അതിന്റെ ഭംഗി. തളുത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊടുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും. തളുത്തലഞ്ഞ് നിൽക്കുന്ന തരുക്കളാണ് വൃക്ഷങ്ങൾ, അതിന്റെ കമ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് എന്താണ് അതിന്റെ അടുത്ത ഉപമയാണ്? കുളത്തിനുള്ളുകാണ് മർക്കബിംബമൊത്തു കാട്ടിലീവെടുത്ത കണ്ണി വെച്ചെടും വിചിത്രരൂപനാരിവൻ. കുളത്തിനുള്ളുകാണ് മർക്കബിംബം. കുളത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിക്കാണ്, താഴെ സ്വർണം കൊണ്ടൊരു 8 കാലി വര കെട്ടിയ പോലെ അതിന്റെ ബിംബം കാണാം. അതാണ് കുമാരനാശൻ ഓർമ്മിക്കുന്നത്. കുളത്തിനുള്ളുകാണ് മർക്കബിംബമൊത്തു കാട്ടിലീവെടുത്ത കണ്ണി വെച്ചെടും വിചിത്രരൂപനാരിവൻ. അടുത്തിടുന്നൊരീച്ച പാറ്റയാദിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണി വെച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരു നീ പ്രഗത്ഭനായ മുക്കുപക്കിടാത്തനോ കടുത്ത കട്ടിലുള്ള കൊച്ചുവേടനോ. നിനക്കു നിന്റെ തുന്നൽ കാഴ്ച വേല തന്നിലെത്തിയാൽ എനിക്ക് തങ്കമുദ്ര കിട്ടും 8 കാലി നിശ്ചയം. കവിത വായിച്ചു, മനോഹരമായി ചൊല്ലിക്കൽപ്പിച്ചു, പരിഭാഷപ്പെടുത്തിക്കൊടുത്തു. രഹീസ് രാജകുമാർ എഴുന്നേറ്റു, സല്യൂട്ട് ചെയ്തു, കൈ കിടന്ന വളയൂരി ആശാനിച്ചു, പട്ടും മുളയിട്ടു. ആശാൻ നമുക്ക് സ്വന്തം. ആഹാ, എന്താണ് ഇനി 2 മണിക്കൂറിൽ കണ്ട നമുക്കിങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? വേറെ ആണോ അവിടെ പറയുന്നത്? ഒരു സമൂഹത്തിന് ഇങ്ങനെ കേട്ടോ. മനസ്സിലായ സാറേ? ഇത്ര അഭിമാനിക്കാൻ കഴിയുന്ന ആശാനും ഗുരുവുമുള്ള ഒരു സമൂഹം എവിടെയുള്ളത്? ഒന്നാലോചിക്ക്. 903 കുട്ടിക്ക് അറിയാമെന്നറിയില്ല. ആ കുട്ടിക്ക് പ്രായപ്പെട്ട കുട്ടി എന്താണെന്നറിയോ? കുമാരനാശാൻ അപേക്ഷ കൊടുത്തു, ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡ ഭർമ്മ. അങ്ങനെ രാജാവിജയൻ സാറ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഒത്തു കൊടുത്തു. ഞങ്ങളുടെ ഭഗവാനാണ്, അവതാരമൂർത്തിയാണ്. ആര്? ഭാര്യ ധർമ്മമുയർത്താൻ എതുകുലേ കണ്ടെന്ന പോലെ 7 വന്മാര് സ്വാമി കിടന്ന മാസത്തിലാണ് ഓണോത്സവം. അർത്ഥം പറയണല്ലോ, ഞാൻ അറിയാമെന്നില്ല, ഞാൻ പറയുന്നില്ല. കൃഷ്ണനെ പോലെയാണെന്നില്ല, തമിഴ് ചൊല്ലി പഠിച്ചാൽ. അപ്പൊ എന്താ എഴുതി കൊടുത്തു? ഞങ്ങളുടെ ഭഗവാനാണ്. കോടതിയിൽ വിളിക്കരുത്, കേട്ടിട്ടുണ്ടോ? കോടതിയിൽ വിളിക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് അവിടുത്തെ പണ്ഡിതന്മാർ. ഈ കത്ത് രാജാവ് തമ്പ്രാക്കന്മാർ കൊടുത്തു. തമ്പ്രാക്കന്മാർ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പറഞ്ഞു, ഗുരുദേവനെ ഒരു കാരണവശാലും കോടതി വിളിക്കരുത്. അങ്ങനെ അന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ അന്നും ഇന്നും ഒരാളെ കോടതിയിൽ വിളിക്കാൻ പാടില്ല എന്ന് വിളംബരം ഉത്തരവുണ്ടാക്കിയത് നമ്മുടെ ഭഗവാന്റെ പേരിലാണ്.
ഇനി എത്ര വേണം ഇനിയൊക്കെ പറഞ്ഞു പോകാൻ. അങ്ങനെയുള്ള ദുരിതം. അങ്ങനെയാണ് നമ്മുടെ കുമാരാശാനും ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടി കവിതകളൊക്കെ എഴുതി ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ തെറ്റിച്ചത്. ചുരുക്കി ഒരു വാക്കുകൾ പൂർത്തിയാക്കണം. ഇങ്ങനെ എല്ലാം കേട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ അയക്കാൻ പറഞ്ഞപ്പോൾ അന്നത്തെ അച്ഛന്മാർ കുട്ടികളെ അയച്ചു. അപ്പൊ ആദ്യത്തെ കുട്ടികൾ പോയിട്ട് LKG പാസ്സായി, രണ്ടാമത്തെ തലമുറ UKG ഒക്കെ പാസ്സായി, പിന്നെ വേഗം 5ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തിയോ. അപ്പൊ എന്റെ ഒക്കെ അച്ഛൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇതിനേക്കാൾ കുറച്ച് നമ്മുടെ എൻ്റെ അച്ഛനൊക്കെ ഒരു 100 വയസ്സ് ഒക്കെ ഉണ്ടാവും, മരിച്ചു കഴിഞ്ഞു. അപ്പൊ അവരുടെയൊക്കെ കാലഘട്ടം ആയപ്പോഴത്തേക്കും അത്യാവശ്യം വിവരം വെച്ചു. പിടികിട്ടിയോ? വിവരം വെച്ചപ്പോൾ എന്തുണ്ടായെന്ന് അറിയാമോ? ഈ അറിവ് തന്ന എങ്ങനെയാണ് കേരളം മാറിയെന്ന് കൂടെ പൂർത്തിയാക്കണമല്ലോ. അങ്ങനെ വിവരം വെച്ചപ്പോ ആ തലമുറയ്ക്കുള്ള തോന്നിയ അപ്പൊ ഇതുവരെ ഉയർന്ന ജാതി താഴെ ജാതി പോലെ തട്ടിപ്പായിരുന്നല്ലേ. അത് ശരി. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന കൃഷിഭൂമി നമുക്ക് കിട്ടണ്ടല്ലേ? നമ്മൾ ജോലി ചെയ്ത കൂലി നമുക്ക് കിട്ടണ്ടല്ലേ? തുല്യ ജോലിക്ക് തുല്യ കൂലി കിട്ടണ്ടേ? ഇതെന്ത് പരിപാടിയാ? കൃഷിഭൂമി കർഷകന് തുല്യ ജോലിക്ക് തുല്യ കൂലി, ഞങ്ങൾ റോഡിൽ കൂടി നടക്കണം, വീട്ടിലുള്ള പേരിടണം, ക്ഷേത്രത്തിൽ കയറണം. പറഞ്ഞില്ലയോ? 1918 SNDP യോഗത്തിന്റെ വാർഷിക തീരുമാനപ്രകാരം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ റോഡിൽ കൂടി നടക്കാൻ സമരം ചെയ്ത് അതിന്റെ തുടർച്ചയാണ് വൈക്കം സത്യാഗ്രഹം. കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞ സമരത്തിൽ ഇറങ്ങിയ പാർട്ടി നമ്മളാണ്. നാട്ടുകാർ മുഴുവൻ സമരത്തിൽ കൂടി, മറ്റു സംഘടനകളും ഉണ്ടായിരുന്നു, മറ്റു സമുദായങ്ങളും കൂടി. അപ്പൊ എന്ത് നടന്നറിയാമോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയിലും ഭൂപരിഷ്കരണം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു, അഭിപ്രായം വിചാരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചത് കൂടിയാണ്, അതിന്റെ ഉറപ്പുണ്ടായിരിക്കും. എന്താണ് അങ്ങനെ വന്നപ്പോൾ എന്താ പറയാ, എല്ലാവർക്കും കുറേശ്ശെ ഭൂമി കിട്ടി, പിന്നെ കേരളം ഉണ്ടായി. അങ്ങനെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും അന്നത്തെ കാരണന്മാരായിട്ടുള്ള കുടുംബത്തിനൊക്കെ സ്വന്തം ഭൂമി കിട്ടി. സ്വന്തം ഭൂമി കിട്ടാത്തപ്പോൾ പ്രധാന കൃഷി കൊടപ്പനയാണ്, അറിയാമോ? കാരണം അത് ജന്മിക്ക് വേണ്ട. വേറെ എന്തെങ്കിലും പൂളയോ നെല്ലൊക്കെയാണ് ജന്മി കൊണ്ടുപോകും, അത് കിട്ടൂല. അതുകൊണ്ട് എന്തെങ്കിലും ലേശം കൃഷി ചെയ്യും. അങ്ങനെ മുഴുവൻ പട്ടിണിയാണ്. എന്റെ വീട്ടിൽ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാം. ഞങ്ങൾക്ക് എന്റെ ഓർമ്മ ഒരു 3-4 ഏക്കർ സ്ഥലമുണ്ട്, മുഴുവൻ കാട് കൂടി കിടക്കാണ്, കൃഷി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ കിടക്കാണ്. പിന്നെ ജന്മിത്വത്തിൽ മാറി കിട്ടിയിട്ടുള്ളൂ. അപ്പോഴാണ് റേഡിയോ വന്നു, കൃഷിപാഠം. ഓർമ്മയുണ്ടോന്നറിയില്ല, മുതിർന്നവർക്കറിയാം. പിന്നെ വേറെ എന്തായിരുന്നു, കൃഷിഭഗവാൻ അല്ല കൃഷിഭവൻ അല്ലെ, റേഡിയോയിൽ വരുന്നു, കൃഷിഭവനും വരുന്നു. അതിന് പറയാണ് നിങ്ങൾ ഇന്നത്തെ കൃഷി ശാസ്ത്രീയമായി ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുന്നു. അപ്പൊ എന്റെ അച്ഛൻ കിട്ടിയ അറിയാമെന്നറിയോ, 6105 എന്ന് പറയുന്ന ഒരു റബ്ബറുണ്ട്, ബഡ് റബ്ബറാണ്. അത് വാങ്ങിയിട്ട് തുല്യ നീളത്തിൽ ലൈനായിട്ട് ശാസ്ത്രീയമായി കൃഷി ചെയ്ത് 5 കൊല്ലം കഴിയുമ്പോൾ ഒരു 100 റബ്ബർ മരത്തിന് 14 റബ്ബർ ഷീറ്റ് കിട്ടും എന്ന് പാഠം പഠിപ്പിച്ചു. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ജീവിച്ച എല്ലാവർക്കും ഈ വിവരം കിട്ടി. അപ്പൊ ഞങ്ങൾ 4 ആണുങ്ങൾ മക്കളും അതൊരു അച്ഛനും കൂടി ചേർന്ന് അന്നുണ്ടായിരുന്ന തെരുവപ്പുല്ല് എന്ന് പറഞ്ഞ പുല്ലും കാടും വെട്ടിത്തെളിച്ച് കുഴിയെടുത്ത് റബ്ബർ നട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ അയൽമേൽ 10-40 റബ്ബർ ഷീറ്റ്. എങ്ങനെയുണ്ട്? പക്ഷെ അന്ന് ഞങ്ങൾ താമസിച്ച ഓലപ്പുരയാണ്. ഓല കൊണ്ട് മറച്ച് ഓല കൊണ്ട് കെട്ടിയ വീട്ടിലാണ് താമസം. ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എന്റെ വീട്ടിലാണ്. അല്ല, ഭാഗ്യം കൂടിയാണ് ആ വീട് ഞങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ റബ്ബർ ഷീറ്റ് വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഉടുപ്പ് മേടിക്കുമല്ലോ? നിങ്ങൾ പറ. കീറിയ ഉടുപ്പ് ഈ പറയുന്നത് കുക്കറിട്ട് കഴിഞ്ഞാൽ വള്ളി താഴ്ക്കാറുന്നത് പാളയിൽ നിന്ന് വലിഞ്ഞിട്ട് മൂട് കീറിയത് വിട്ട് സ്കൂളിൽ പോയ പാവം പറ്റില്ല. ഞങ്ങൾക്ക് അറിയോ സങ്കടമൊക്കെ അറിയത്തില്ല. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് 2 റബ്ബർ ചെരുപ്പ്, ഹവായി ചെരുപ്പ് എനിക്ക് വാങ്ങിയത് റബ്ബർ കിട്ടിയപ്പോൾ. അതുകൊണ്ട് രാമപുരം ക്ഷേത്രത്തിൽ ഉത്സവം കൂടി നാടകം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആ ചെരുപ്പാറുണ്ട് വെള്ളം കൊണ്ട്. സത്യം, ഇതൊക്കെ അനുഭവിച്ചതാണ്. അതൊക്കെ രാമകൃഷ്ണൻ മനസ്സിലാവില്ല. അത് എന്നെക്കാൾ പ്രായം കുറവാ, അതാ ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെ എന്ത് പറ്റിയെന്നറിയാം, ഞാൻ വെറുതെ ഇതൊക്കെ അനുഭവിച്ചാൽ ഈ പ്രായത്തിലുള്ള അങ്ങനെ എന്ത് സംഭവിച്ചാൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ്. അങ്ങനെ ആയപ്പം എന്റെ വീട്ടിൽ റബ്ബർ വന്നല്ലോ, അടുത്ത വീട്ടിൽ എല്ലാവർക്കും വന്നില്ലേ. അത് അവിടെ പ്രധാന കൃഷി റബ്ബറായിട്ടുണ്ടാവും, മറ്റു കൃഷി വേറെ സ്ഥലത്ത്. ഈ റബ്ബർ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? അപ്പൊ ഞങ്ങൾ അരി ഉപ്പുമുളക് വാങ്ങുമോ? ഈ അരി ഉപ്പുമുളക് വാങ്ങാൻ ധാരാളം ആളുകളുണ്ട്. അവിടെ ഒരു പീടിക വരുമോ? സ്ഥലം വരുമോ? തുണി വാങ്ങാൻ തുടങ്ങിയാൽ അവിടെ ഒരു പീടിക വരുമോ? വീടുണ്ടാക്കാൻ തുടങ്ങിയാൽ കല്ലും മറ്റും വിൽക്കുന്ന സിമെന്റ് കമ്പി വിൽക്കുന്ന കട വരുമോ? അങ്ങാടി ഉണ്ടാകുമോ? റോഡ് നന്നാക്കുമോ? തെങ്ങുതടി പാലം മാറ്റി വണ്ടി വരുന്ന പാലം ഉണ്ടാക്കുമോ? അങ്ങനെ അങ്ങാടി ഉണ്ടായത് മനസ്സിലായോ? അത് വളർന്നുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഉണ്ടായത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അറിവ് നൽകി ഈ രംഗത്തെ കൃഷിയിലൂടെയും മറ്റു തുടർന്നുള്ള വ്യവസായത്തിലൂടെയും മനുഷ്യനെ ഈ നിലയിലേക്ക് മനോഹരമായ കേരളം സൃഷ്ടിച്ചതിന്റെ ശില്പിയുടെ പേരെന്താ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ? എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് ഉറച്ചിരുന്നില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും തർക്കമുണ്ടോ? ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ആ നന്മയുടെ പിന്തുടർച്ചക്കാരാണ് രാമകൃഷ്ണനെ പോലെ നമ്മളല്ല. അതാണ് നമ്മുടെ അഭിമാനം. അതുകൊണ്ട് കാത്തു സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഓർക്കുക, അങ്ങനെ പോകുന്ന ഒരുപാട് പേര്, വേലായുധ പണിക്കരടക്കം നമ്മുടെ ഈ കയ്യിലെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന അത്ഭുത കഥകൾ വേലായുധ പണിക്കരെ പോലുള്ളവരൊക്കെ ചെയ്തെന്ന് പറയാനുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും കൂടാൻ പോകാൻ ദൈവാത്മരും ഗുരുതരൻ അനുണ്ടാക്കി അങ്ങനെ ബാക്കി പറയുന്നത് നീട്ടി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പത്മവ്യൂഹം ചമച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും എന്താ പറയാ, ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ സമർത്ഥനായ
ആ വലിയ നേതാവിനെ പോലും ഒറ്റപ്പെടുത്തി നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കൂടി പറയാം. നമ്മുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ 1996 അതിന്റെ ഒരു കണക്ക് ഞാൻ അവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഓർത്ത് മുഴുവൻ പറയാൻ പറ്റാത്ത അത്രയും കണക്കുണ്ട്. എന്ന് പറയാമോ, ഇത്രയും കാലഘട്ടം കൊണ്ട് ഈ മഹാൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഓടിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നത്, നടക്കൂല. എന്താ പറയാമോ, അന്നുണ്ടായിരുന്ന അദ്ദേഹം വരുന്ന സമയത്തുണ്ടായിരുന്ന 52 SNDP യൂണിയനുകളാണ്. എനിക്കിപ്പോ കിട്ടിയ കണക്ക് 140 ഇനി അടുത്ത് കൂടിയോ അതിനല്ലോ, അതിൽ കൂടിയോ 140 അധികമായി. ദിവസം ഉണ്ടാകുന്നു, വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ടല്ലോ 140-ലധികം, 52-ൽ 140-ലധികം, 3 ഇരട്ടിയിലധികം. ഓർക്കുക, അന്തസ്സോടെ തലയുയർത്തിയിരിക്കുക. ആ വലിയ മനുഷ്യന്റെ ധീരമായ പോരാട്ടത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ പേറുകയാണ്. ആ അനുഭവത്തിന്റെ പിന്തുണയോട് കൂടിയാണ് ഇന്ന് നമ്മൾ ആദരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ പഞ്ചായത്തിന്റെ ഒക്കെ സാരഥികളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ കൂടെ പിന്തുണ കൊണ്ട. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ മലപ്പുറത്ത് ചെന്നപ്പോൾ അന്നത്തെ കാലത്ത് തുടക്കത്തിൽ മലപ്പുറത്ത് ചെന്നപ്പോൾ മലപ്പുറം യൂണിയന്റെ സെക്രട്ടറി ദാസൻ കോട്ടയ്ക്കൽ എന്ന പേര് ഇവിടെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. കോൺട്രാക്ടർ പാലക്കാടുണ്ട്, കോൺട്രാക്ടർ വിളിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വരും. ദാസേട്ടൻ അറിയില്ല കഴിഞ്ഞോ നോക്കില്ല. അപ്പോഴേ ആ ദാസേട്ടൻ പറഞ്ഞൊരു കാര്യം പറയട്ടെ. ഞാനവിടെ അന്ന് ഈ യൂണിയൻ ഉണ്ടാകുന്നതിന് കൂടെ നേരെയാക്കാൻ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും പറയാം. ഇങ്ങനത്തെ ഒരു പോസ്റ്റായിരുന്നു അന്ന് ഞാൻ SNDP കൗൺസിലർ ആയിരിക്കുമ്പോൾ. അപ്പൊ അദ്ദേഹം ചെയ്ത ഡിമാൻഡ് അന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾ ചെന്ന് അവരെ കണ്ടു. എന്താ പറയാ, എല്ലാ സ്ഥലത്തും ശാഖയുണ്ടായി. ശാഖയിൽ എത്ര വോട്ടുണ്ടെന്ന് അറിയാം SNDP-കാർക്ക്? സുഹൃത്തുക്കളെ, എത്ര വോട്ടുണ്ടെന്ന് അറിയാം? 40, 50, 60, 70, 100 ഇത്രേ ഉള്ളൂ. പക്ഷേ VK കുഞ്ഞാലിക്കുട്ടി സാഹി വടക്കം എല്ലാവരും കാണാൻ ചെന്നു ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി വീട്ടിൽ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു വാർഡിൽ ആകെ 1200 അല്ലെ 1000 വോട്ടല്ലേ സാർ? അല്ലെ, 1000 വോട്ടുള്ളിടത്തുനിന്ന് 2 പേർ മത്സരിച്ചാൽ അത് 500 ആവില്ലേ? അല്ലേ? അതിൽ 50 വോട്ട് നമ്മുടെ കയ്യിലാണെങ്കിലോ ഇദ്ദേഹമാണ് മത്സരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്താണ് 50 വോട്ടെങ്കിൽ ഇദ്ദേഹത്തിന് 50 വോട്ട് കൂടൂലേ? അപ്പൊ ആരാ വിജയം തീരുമാനിക്കുന്നത്? തോൽവി വിജയം തീരുമാനിക്കുന്ന ആരാ? ഈ 50 വോട്ട് കയ്യിലുള്ള നമ്മൾ. അതാണ് ദാസേട്ടൻ കണ്ടത്. അവിടെ വന്നു. അന്നത്തെ ഡിമാൻഡ് എന്താണെന്നറിയോ? ഡിമാൻഡ്, ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ മരിച്ചു കഴിഞ്ഞാൽ അന്തസ്സായിട്ടൊരു ശവസംസ്കാര കർമ്മം നിർവഹിക്കാൻ കഴിയാതെ അടുക്കളയും കോലായങ്ങളും പൊളിച്ചിട്ട് ശവസംസ്കാരം നിർത്തേണ്ട അങ്ങേയറ്റം ഗതികേട് ലഭിക്കുന്ന ഒരു സമുദായമാണ് ഞങ്ങൾ. ആ മലപ്പുറത്തെ കുറിച്ചാണ് ഞാൻ സെക്രട്ടറി പറയുന്നത് കേട്ടോ, വെറുതെ അല്ല. ആ പറഞ്ഞ അവസ്ഥയിലുള്ള ഞങ്ങൾക്ക് പൊതു ശ്മശാനം കിട്ടിയാൽ മതി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖവും ഏറ്റവും ആദ്യത്തതുമായ സംഘടനയ്ക്ക് മലബാർ ആവശ്യപ്പെടാനുണ്ടായിരുന്നത് ശ്മശാനം വേണമെന്ന അവസ്ഥയിലാണ്. നമ്മുടെ അവസ്ഥ നിർത്തിയൊക്കെ അപ്പൊ പറഞ്ഞതിനുള്ള അർത്ഥമുണ്ടോ എന്ന് മനസ്സിലായപ്പോ സെക്രട്ടറി പറയുന്ന കാര്യങ്ങളോട് നമുക്ക് പിടിയിട്ട് കാണും. അപ്പോ പാർട്ടിക്കാർക്ക് ജയിക്കാനുള്ളത് മുസ്ലിം ലീഗാണ് വാഗ്ദാനം മുന്നോട്ട് കൂടുതൽ വെച്ചത്. അവർ കരാർ എഴുതി മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾക്ക് 3 ശ്മശാനങ്ങൾ തരാം, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് പറഞ്ഞപ്പോൾ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ഇട്ടു. സംഖ്യ ഞാൻ മറന്നുപോയി, പക്ഷേ ഡെപ്പോസിറ്റ് ഇട്ടു. അവർ ജയിച്ചു. ജയിച്ച ശേഷം നമ്മുടെ സർവാധികനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ടൗൺ ഹാളിൽ വെച്ച് നടന്ന മഹാസമ്മേളനത്തിൽ ആ 3 ശ്മശാനങ്ങളുടെയും ആധാരം ഏറ്റുവാങ്ങിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്നുള്ള ഗുണം നിങ്ങൾ പിടികിട്ടിയോ? കിട്ടിയോ? ഒരു വാർഡിൽ 1000 വോട്ട് നമുക്ക് വേണോ? 100 പോരെ? അതൊന്നും ചിന്തിക്കണ്ടേ? അത് മതി. എന്നാൽ പോലും നമ്മുടെ കാര്യം നമുക്ക് നേടാൻ പറ്റും. പിടികിട്ടിയോ? അതാണ്. അപ്പൊ അതുപോലുള്ള അവസ്ഥയുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും നമ്മളെ പേടി. അപ്പൊ അതാണ് 140-ലധികം യൂണിയൻ. പിന്നെ ശാഖകൾ അന്നുണ്ടായിരുന്നു 3881. ഇനി കണക്കാ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു രസകരമാവില്ല. പക്ഷെ എന്നാലും അഭിമാനത്തോടെ ഇരിക്കുന്നത് കൊണ്ട് ഓർക്കണം, 70,000-ലധികം SNDP ശാഖകളായി അതിന് മടങ്ങുകളായി വർദ്ധിപ്പിച്ച നേതാവിന്റെ പേര് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ തന്നെ 10,90,285 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് 32,66,320. ഞാൻ കണക്കെടുത്ത് 2 കൊല്ലം മുമ്പുള്ളതാണ്. പുതിയ കണക്കെടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് തിരക്കിട്ട് നോക്കുമ്പോൾ കണ്ടില്ല. ഞാൻ സുധീഷ് മാഷോടൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പോകുമ്പോൾ അതിനപ്പുറം കടന്നു പോയിട്ടുണ്ട്. അന്നത്തെ ഞാൻ എടുക്കുന്ന സമയത്ത് 32 ആണ്. 40 ലക്ഷത്തിനപ്പുറം കടന്നിട്ടുണ്ട്. ഏതാണ്ട് 50 ലക്ഷം, 1/2 കോടിയോളം മെമ്പർഷിപ്പുള്ള സംഘടനയാക്കി മാറ്റിയ മഹാന്റെ പേര് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണ്ടേ? വേണ്ട സഹോദര, അത്ത. അതുപോലെ ഒരുപാട് വനിതാ സംഘം അന്ന്
1566 യൂണിറ്റ് ഉള്ളത് ഇപ്പൊ എത്ര അറിയാമോ? 5000-ന് മേലെ, 6000-ഓളം അടുത്തു. അതുപോലെ കുടുംബ യൂണിറ്റ് 3500 കുടുംബ യൂണിറ്റിന് അപ്പുറമുണ്ട്. അതുപോലെ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ, അതായത് ശാസ്ത്ര സംഘങ്ങൾ 75,000-ൽ 3,00,000-ലധികമുണ്ട്. അതുപോലെ ബാലജന യോഗം 1000-ലധികമുണ്ട്. സൈബർ സേന, ധർമ്മസേന, എംപ്ലോയീസ് ഫോറം, പെൻഷനേഴ്സ് കൗൺസിൽ, വൈദിക യോഗം, കുമാരസംഘം, ദുരിതാശ്വാസ സംഘങ്ങൾ, ഇതെല്ലാം ഇതിന്റെ പോഷക സംഘടനകളായി. അന്ന് SNDP യോഗത്തിന് ശാഖ, യൂണിയൻ, അതുപോലെ യോഗം, ഈ മൂന്നേ ഉള്ളൂ. പിന്നെ ഒരു വനിതാ സംഘം. ഇന്ന് അങ്ങനെയല്ല. മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളായിട്ടുള്ള സംവിധാനമുണ്ട്, ബാലജന യോഗമുണ്ട്, പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ പെൻഷനേഴ്സ് യൂണിയൻ ഉണ്ട്, എംപ്ലോയീസ് ഫോറം ഉണ്ട്. എത്രയാണ്! നമ്മളാരല്ലേ, എന്തൊരു സന്തോഷം! പിന്നെ ചൂട് എടുത്താലെന്താ? അപ്പൊ ഇങ്ങനെയൊക്കെ വളരെയധികം അങ്ങനെ പോകുന്ന മുന്നോട്ട്. പിന്നെ ദുരിതാശ്വാസമായിട്ടൊക്കെ നമ്മുടെ ആളുകൾ കൊടുത്ത ഏകദേശം സംഖ്യ ഇവിടെ പറയുന്നത് അന്ന് കൊടുത്തത് 2 കൊല്ലം മുമ്പ് 60 കോടി, ഇപ്പൊ അതിനുശേഷം കൊടുത്തിട്ടുണ്ട്. 78 ലക്ഷം മുതൽ ഉണ്ടായിരുന്ന സാമ്പത്തികം നമ്മുടെ യോഗത്തിന്റെ ആസ്തി 8,000 കോടി കഴിഞ്ഞു. അതുപോലെ ട്രസ്റ്റിന്റെ ആസ്തി 6 കോടി ഉണ്ടായിരുന്നത് 1000 കോടിക്ക് മേലെയായി. അതുപോലെ തന്നെ 96-ന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പുരോഗതി, അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെറും 54, ഇന്ന് 200-ന് മുകളിലായി. അത് മലപ്പുറത്തില്ല. മലപ്പുറത്ത് നിങ്ങൾ കെട്ടില്ലായിരുന്നു, ഒരാൾ പറഞ്ഞില്ലേ? അതല്ലേ ഇഷ്ടപ്പെടാതെ പോയി. സത്യം പറഞ്ഞിട്ടുള്ളൂ, ഇല്ല, കിട്ടണം, അതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ നേട്ടങ്ങളിലൂടെ കുതിച്ചു പായുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ അഭിമാനത്തോടെ കാണുന്നു. അത് നമുക്കറിയാം. മലബാർ മഹാസംഗമത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട്. എവിടെയാണ്? കോഴിക്കോടല്ലേ നിങ്ങൾ പങ്കെടുത്ത്? കണ്ണൂർ പോയാൽ നിങ്ങളത് കണ്ണൂർ ഇല്ലേ? കണ്ണൂർ സംഘം ആ വർഷമൊക്കെ പറഞ്ഞു. കണ്ണൂർ ഓർമ്മയുണ്ട്. കോഴിക്കോട് നടന്ന 12-ന് അല്ലേ? 2012 കോഴിക്കോട് 7 അല്ലേ? 7 കണ്ണൂരൊക്കെ ഞങ്ങൾ നോക്കിയില്ല, മറന്നു. വർഷം നമ്മൾ കാണാതെ പഠിക്കേണ്ട സംഗതി അല്ലല്ലോ. ഞാൻ കൗൺസിലറായിരിക്കുമ്പോഴാണ് കോഴിക്കോട് നടന്നത്. അപ്പൊ ആ സംഗമമൊക്കെ എന്തായിരുന്നു? കണ്ണൂർ നടന്ന സംഗമത്തിൽ എല്ലാവരും വിലയിരുത്തി എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരു സംഗമം ഇന്നുവരെ കണ്ണൂർ കണ്ടിട്ടില്ല. എന്താണെന്നറിയോ? ഈ കണ്ണൂരൊക്കെ സംഗമം നടക്കുമ്പോൾ ഇത് ഇങ്ങനെ മൈതാനാണ്, ഇവിടെ ആളുകൊണ്ട് വരും, എന്നിട്ട് ഇതിലേക്ക് പോകും. ഇവിടെ ഇരിക്കാൻ ആളുണ്ടാവില്ല. നമ്മുടെ സംഗമത്തിൽ അവിടെ സംസാരിച്ച് മുഴുവൻ ആളുകളും പിരിഞ്ഞു പോകുന്നവരെ മുഴുവൻ ആളുകൾ ആ സംസാരം തീർന്നത്, പരിപാടി തീർന്നത് മുഴുവൻ ആളുകളും അത്ഭുതമായിരുന്നു. കാരണം പറഞ്ഞത് എന്താണെന്ന് അറിയാമല്ലോ? നാട് നേരിടുന്ന നമ്മളൊക്കെ ചാതലുകളായി ചാകാൻ പോകുന്നത് ഉൾപ്പെടെ കുടുംബം നശിക്കുന്ന സംഘടനകളും അതേപോലെ ഗുരുദേവ ദർശനവും സാഹോദര്യത്തിന്റെ സന്ദേശമൊക്കെയാണ്. അങ്ങനെയാണോ? ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, പിന്നെ കോഴിക്കോട് ഒരു പുതിയ ശാഖ, കോഴിക്കോട് ടൗണിനടുത്തൊരു പുതിയ ശാഖ നമ്മൾ തുറക്കാണ്. ഈ വെള്ളാപ്പള്ളിയുടെ പടയോട്ട് നടക്കുമ്പോഴാണ്. അപ്പൊ പല ആളുകളും വിചാരിച്ചത് എന്തൊരു ജാതി പ്രചരിപ്പിക്കാനാണ്, നമ്മൾ ജാതി സംഘടനയായിട്ട് ജാതി സ്പർദ്ധ ഉണ്ടാക്കാനാണ്, വഴക്കുണ്ടാക്കാനാണ് ഇതൊക്കെ നടത്താൻ പോകുന്ന വിചാരത്തിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന്റെ താഴെയാണ് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ആ പാർട്ടിക്കാർ കുറെ പേര് മുകളിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ സ്റ്റേജിന്റെ മുന്നിൽ പാർട്ടിക്കാരുടെ ഒരു ജീപ്പ് കൊണ്ടിരിക്കും. അന്ന് ജീപ്പാണ്, ഒരു 10 രൂപ. എന്നിട്ട് അവർ അപ്പുറത്ത് കാവലിരിക്കും. എന്താണെന്നറിയോ? നമ്മൾ പ്രസംഗിച്ച് തുടങ്ങിയിട്ട് ഈ സാമുദായികമായോ മറ്റെന്തെങ്കിലും തരത്തിലോ ആ പാർട്ടിനെയോ എന്തെങ്കിലും ചീത്ത പറഞ്ഞു തുടങ്ങിയാൽ ഇറങ്ങി തല്ലാനും എനിക്കൊക്കെ തരാനും കത്തില്ല. പക്ഷെ നമ്മൾ പറഞ്ഞത് മത സാഹോദര്യത്തിന്റെ മധുരമുള്ള വാക്കുകളല്ലേ, അല്ലേ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അങ്ങനെ പറഞ്ഞത് ശ്രീബുദ്ധൻ, ഭഗവാൻ ക്രിസ്തു, ശ്രീ പരമേശ്വരൻ, ശ്രീകൃഷ്ണൻ നിപ്പേരോതി അങ്ങേ വാഴ്ത്തുന്നു മനുഷ്യർ എല്ലാം ഭഗവാൻ ഒരാളെന്ന് ഞങ്ങൾക്കൊക്കെ അറിഞ്ഞിടാം. ശ്രീബുദ്ധൻ, ഭഗവാൻ ക്രിസ്തു, ശ്രീ പരമേശ്വരൻ ആരെ എങ്ങനെ വിളിച്ചാലും ദൈവം ഒന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാമല്ലോ. പിന്നെ ഞാൻ ചോദിച്ചു, പ്രിയ സഹോദരന്മാരെ, അസ്ഥിക്ക് വകയില്ലാതെ അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളിൽ പെട്ടവരാണ് ഞങ്ങളുടെ സ്ത്രീകളും കുടുംബാംഗങ്ങളും ഒക്കെ. അവർക്ക് ഞങ്ങൾ മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കോടികൾ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ജാമ്യം നിന്ന് തരും. അത് ഞങ്ങൾ ഈ 20 പേരടങ്ങുന്ന സംഘത്തിലെ സ്ത്രീകൾക്ക് വിശ്വാസത്തിന്റെ പേരിൽ വായ്പയായി കൊടുക്കും. അതുകൊണ്ട് അവർ മരുന്ന് വാങ്ങും, കുട്ടികളുടെ പഠനം നടത്തും, തുണി വാങ്ങി കൊടുക്കും, വീട്ടിൽ കഞ്ഞി വെക്കും. നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടെങ്കിൽ പഠനം ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു. ഞങ്ങൾ അതും കൊടുക്കുന്നില്ല. പിന്നെ ഇവരെ കണ്ടില്ല, ഈ വസ്ത്രക്കൂടെ കണ്ടില്ല. പിന്നെ ഉണ്ടാക്കുമ്പോൾ അവർ കുറച്ച് ഞങ്ങൾ കൊടുക്കും. അവരും നമ്മുടെ ആളുകളായി മാറും. അപ്പം നമ്മുടെ ആ തത്വം നോക്കിക്കേ. അപ്പൊ ഞാൻ ഇനി നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കുള്ള അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്, ഒന്ന് ഭഗവാൻ, അല്ലെ, ഈ സാക്ഷാൽ ഈശ്വരൻ നാരായണൻ
എന്ത് ചെയ്ത് ഈശ്വരൻ നേരിട്ട് അവതരിച്ച് വന്ന് നമ്മൾ ഈ എന്താ പറയാ സങ്കടങ്ങളുടെ കടലിൽ മുങ്ങിച്ചാവാൻ കിടന്ന് നമ്മളെ കൈപിടിച്ചുയർത്തി ഇങ്ങനെ മനോഹരമായ ഒരു ജീവിതം തന്നത് ഗുരുദേവൻ. അതുപോലെ ഗുരുദേവനോടൊപ്പം മഹാകവി കുമാരനാശാനെ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള ശിഷ്യഗണങ്ങൾ അഭിമാനകരമായി നമ്മളെയൊക്കെ പിടിച്ചുയർത്താൻ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാത്ത കുമാരനാശൻ 16 കൊല്ലം സന്ദീപ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ CV കുഞ്ഞിരാമൻ ഈ കേരള കൗമുദിയുടെ ഉടമയായ കെ സുകുമാരന്റെ അച്ഛൻ എഴുതിയതായിട്ട് പറയുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നറിയാമോ? ആശാൻ വന്നിട്ട് സംസാരിക്കും. അല്ല, സുകുമാരനാണ് പറയുന്നത്, അച്ഛനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. CV കുഞ്ഞിരാമനോട് കുമാരനാശാൻ വന്നിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അന്ന് ചെരുപ്പില്ല, മൊബൈൽ ഫോൺ തുടങ്ങിയൊന്നുമില്ല. ചെരുപ്പിടാത്ത കാര്യം കൊണ്ട് ചുട്ടുപഴുത്ത മണലിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് SNDP ഒക്കെ പ്രവർത്തനം നടത്തിയിട്ട് വന്നിട്ട് കാല് പൊള്ളിയത് കാണിച്ചു കൊടുത്ത് സംസാരിച്ചത് അച്ഛനോട് പറഞ്ഞത് മകൻ കേട്ടത് കെ സുകുമാരൻ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. ഓക്കെയാണോ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയ ഒരുപാട് പേര് ഏറ്റവും ഒടുവിൽ ഈ ശാഖയുടെ തൊട്ട് മുമ്പ് ആരാണോ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നത് അവർ വരെ അതിൽ കമ്മിറ്റി ആയിരുന്നവരടക്കം എല്ലാവരും നമുക്ക് അങ്ങേയറ്റം സ്മരണീയരാണ്. നമ്മൾ അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്ര പറയാനൊന്നും നീട്ടുന്നില്ല. ഏതായിരുന്നാലും ഈ യൂണിയന്റെ ഞാൻ പറഞ്ഞത് മലബാറിലെ സംഘടനാ പ്രവർത്തനത്തിനകത്ത് പല കാരണങ്ങളാൽ പല ശത്രുക്കളായ ഇടപെടലുണ്ടാക്കും. അങ്ങനെയുള്ള കാരണങ്ങളാൽ ചില എന്താ പറയുക സംഘടനാപരമായ വളരെ ഗംഭീരമായ പരിപാടികളൊക്കെ നടത്താൻ അവസരം പോലും മറ്റുള്ളവർ കൂടെയുള്ളവർ പുറത്തു നിന്ന് ആക്രമിക്കുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും ആ പ്രതിബന്ധങ്ങൾ ഒന്നും പോകാൻ പറ്റാതെ ഭംഗിയായി ഒരു തടസ്സമില്ലാതെ നന്നായി കൊണ്ടുപോകുന്ന ഈ വെസ്റ്റ് യൂണിയന്റെ ഭാഗമായ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗുരുവിന്റെ അനുഗ്രഹത്തിന് തത്വരാകും. നമ്മുടെ SNDP ഏറ്റവും വലിയ കരുത്താണ് നിങ്ങൾ. അത് നിങ്ങൾ മറക്കണ്ട. ഇന്നത്തെക്കാൾ ഒരുപടി കൂടി ഊർജ്ജസ്വലരായി നന്നായി ആത്മാർത്ഥതയോടെ സംഘടനയ്ക്ക് വേണ്ടി പോരാടണം, പ്രവർത്തിക്കണം. ഈ യൂണിയന്റെ നമ്മുടെ രാമകൃഷ്ണന്റെയും ഉണ്ണികൃഷ്ണന്റെയും മഹിളാ സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള ഈ യൂണിയന്റെ സമർത്ഥരായ ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ യഥാർത്ഥ വിശ്വാസികളായ ഗുരുവിശ്വാസികളായ ഇവർക്ക് എല്ലാ പിന്തുണ നിങ്ങൾ കൊടുക്കണം. വ്യക്തിപരമായി ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഓരോ പറയാനുണ്ട്. അത് നമ്മൾ കാണരുത്. എനിക്ക് അവരുടെ പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ ചിലപ്പോൾ അങ്ങനെ കിട്ടാം. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. നമ്മൾ കാണേണ്ടത് അവരുടെ ഈ സംഘടനകത്ത് നമുക്ക് എന്ത് ചെയ്തു തരുന്നു, അവരെങ്ങനെ നിൽക്കുന്നു മാത്രമാണ്. ഒറ്റക്കെട്ടൊക്കെ എല്ലാം ബുദ്ധിമുട്ടൊക്കെ അത് അവരുടെ വഴിക്കൂല. നമ്മൾ കൂട്ടായി ഒന്ന് ശാഖയിൽ വന്നുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ സെക്രട്ടറിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരാം. ഗുരുദേവൻ നമ്മുടെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും കാണാൻ അവസരം ഉണ്ടാക്കി തന്നതിൽ ആവശ്യപ്പെട്ടുള്ള നേതാക്കളോട് പ്രത്യേകം സ്നേഹപൂർവ്വമായ നന്ദി, നമസ്കാരം.